ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ബൃഹനാഡിയുടെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇപ്പം നമുക്ക് ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, എടുക്കുന്നത്, ഏത് ഗ്രഹങ്ങൾ നല്ലതാണ്, അഴുക്കാണ്, ഇപ്പോൾ എല്ലാം അറിയാൻ പറ്റും. ഇപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കി ഇവിടെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ അതിനകത്ത് നല്ല ഗ്രഹങ്ങളുണ്ട്, ചീത്ത ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് സുഹൃത്തുക്കളെ, ഈ ഒക്ടോബർ 18 മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം. അതേപ്പറ്റി പല വീഡിയോയിലും വന്നിരുന്നു. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത്, ഈ 18 നവംബർ 18 മാറിക്കഴിഞ്ഞാൽ ഡിസംബർ 5 വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ എക്സോൾട്ടഡായി, ഓവർ സ്പീഡ്, പവർഫുള്ളാണ് ഇപ്പം. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പോൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടാതെ ഇത്രയും നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു നീതികയുടെ ജെന്യൂനിറ്റി ഇല്ല. അത് ബാഡ് പൊസിഷന് വന്നു കഴിഞ്ഞാൽ അഗ്രസീവാണ്, ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ്, ലപ്പട ഉണ്ടാക്കും, അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ്, ഓവർ തിങ്കിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ, മയക്കുമരുന്ന്, ഇതെല്ലാം ഈ രാഹുവിൻ്റെ റേഡിയേഷനാണ്. എന്തിനു പറയുന്നത്, നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതി രാഹു. അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു ഇതെന്ന വ്യാഴം സാത്വികനാണ്. അതായത് നല്ല ചിന്താഗതി, നല്ല കർമ്മങ്ങൾ, നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം. വ്യാഴം എന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാതെ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ ബർത്തിയായിട്ട് പല പ്ലാനറ്ററി പൊസിഷന് നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും. അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളുണ്ടാകാം, വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്റ്റായിട്ട് നമുക്ക് ധനാഗമനം വരാം, വലിയ വലിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ എല്ലാ ഗ്രഹത്തെയും കൺട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് ഇനി പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൺട്രോൾ. അപ്പോൾ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു. കാരണം 159 എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 159 എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 159261037114812. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആംഗിളിലുള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻറ്റേർണൽ കണക്ടിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും. ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവാകും. പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹമായിട്ട് ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ബർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്ടിവിറ്റിയുടെ അല്ല ദശ അന്തർദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില ബർത്തിയാട്ടില്ല. ഇപ്പം തന്നെ ശുക്രൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്രൻ ഒരുപോലെ ആകത്തില്ല. ശനിദശ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണേണ്ടതാണ്. ശനിദശയിൽ എല്ലാവർക്കും മോശമല്ല. അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല സയൻസിലുണ്ട്, പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് ഈ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മൾ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്കും കൂടി നിൽക്കുന്ന ധാർമ്മികതയില്ല, ധർമ്മമില്ല, കർമ്മമില്ല, സത്യം, നീതി. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ രാഹുവിൻ്റെ പൊസിഷന്, രാഹു എന്ന് പറഞ്ഞാൽ 2, 8, 9, 12, 2, 8, 9, 12 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ നിങ്ങളുടെ ബർത്തിയായിട്ട് നിൽക്കുന്നത് വെരി ബാഡെന്ന് പറയും പൊസിഷന്. അതേപോലെ 1, 7 എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലില്ല. നിങ്ങളുടെ ഒന്നിലോ ലഗ്നത്തിലോ അല്ലെങ്കിൽ ഒരു 7ലോ രാഹു നിൽക്കുവാണെന്ന് മീഡിയം ലെവലിലായിട്ടുള്ള ഒത്തിരി മോശമല്ല, ഒരുമാതിരി നല്ലതാണ്. അതുപോലെ 4ഉം 5ഉം പൊസിഷൻ പറഞ്ഞാൽ മിക്സാണ്.
അപ്പോൾ ഇത്ര ഒരു മെയിനായിട്ടുള്ള ഒരുമാതിരി രീതിയിൽ ഒന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ വെരി ഗുഡായിട്ടുള്ള പൊസിഷനുണ്ട്. 3, 6, 10, 11 3ഉം 6ഉം 10ഉം 11ഉം ഭയങ്കര നല്ലതാണ്. കാരണം നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ അങ്ങനെയുള്ള പൊസിഷനിൽ രാഹു നിൽക്കുകയാണെന്ന് വരിക. അപ്പോൾ രാഹു അതുമായിട്ട് ഈ പല സപ്പേഴ്സ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ശുക്രനുമായിട്ടൊക്കെ കണക്ഷൻ ആവുമെന്നും വേറെ നെഗറ്റീവ് പ്ലാനറ്റൊന്നും അതായത് ശത്രുഗ്രഹങ്ങളൊന്നും കണക്ഷൻ ഇല്ല എന്ന് വരികയും നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇതെന്നല്ല നമ്മുടെ ബർത്ത് ചാർട്ട് അത്യാവശ്യമായിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചത് ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ഷനുണ്ട്, നല്ല ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അഴുക്ക ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അതനുസരിച്ച്. അപ്പോൾ ഇതൊരു ബർത്ത് ചാർട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബർത്ത് ചാർട്ടിൻ്റെ ആണോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നല്ലതാണോ അഴുക്കാണോ, ഏതൊക്കെ ഗ്രഹങ്ങൾ നെഗറ്റീവ്, ഇവിടെ ഇത് കണ്ടോ 1592610371148112 എന്നുള്ള ആംഗിളിലൊക്കെ ഇത് പറഞ്ഞാൽ ആക്ച്വലി ബൃഹനാഡിയുടെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇപ്പം നമുക്ക് ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, എടുക്കുന്നത്, ഏത് ഗ്രഹങ്ങൾ നല്ലതാണ് അഴുക്കാണ്, അപ്പോൾ എല്ലാം അറിയാൻ പറ്റും. ഇപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കി ഇവിടെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ അതിനകത്ത് നല്ല ഗ്രഹങ്ങളുണ്ട്, ചീത്ത ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട നല്ല ഗ്രഹങ്ങളുമായിട്ട് അഴുക്ക ഗ്രഹങ്ങൾ കണക്ട് ആയിക്കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾ ചീത്ത ആയിപ്പോൾ, നല്ല ഗ്രഹങ്ങൾ ചീത്തയായിപ്പോൾ അപ്പം നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗുണം ലഭിക്കത്തില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല തടസ്സങ്ങൾ, ഫൈനാൻഷ്യൽ ലോസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോറിനിൽ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഏറ്റവും അല്ലാതെ ഒബ്ജക്ഷൻ അല്ല, എഡ്യൂക്കേഷൻ ബ്രേക്ക് വരിക, ഫൈനാൻഷ്യൽ ലോസ് വരാം, ബറോസാഗിരി യോഗ, അങ്ങനെ ഒരുപാട് യോഗങ്ങളും കാര്യങ്ങളും ഇല്ല. ഇത് ആക്ച്വലി ബൃഹനാഡി എന്ന് പറഞ്ഞ ഇതാണ്, അത് നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ കറക്റ്റ് 100% ചെയ്തിരിക്കണം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വേണമല്ലോ. കാരണം ആ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള രീതി വരച്ചിട്ട് നിങ്ങൾക്ക്, ഞാൻ എൻ്റെ അടുത്താണ് വരുന്ന മീൻസ് എൻ്റെ ക്ലയൻ്റാണ്, ഞാൻ 100% ഈ ഒരു രീതിയിലുള്ള വരച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷനാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, അല്ലെന്നിരി എങ്ങനെയാണ് ഗോചാരം, ബാക്കിയുള്ള കാര്യം A to Z വരച്ചെടുത്തിട്ട് ആ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം വായിച്ചിട്ട് നമ്മൾ വാട്സപ്പ് അയച്ചു തരും. ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ. അപ്പോൾ അതുങ്ങളൊക്കെ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നൊരു പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നല്ലതായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഗ്രഹങ്ങൾ അഴുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഉള്ള ഒരു കാര്യങ്ങൾ 100% നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഉള്ള ഒരു മീൻസ് നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ വൺസ് ആവുമെങ്കിലും ആ ഒരു സാധനം ചെയ്തിരിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഈ പിന്നെ പ്ലാനറ്ററി പൊസിഷൻ്റെ മാറുന്നതും അല്ലെങ്കിൽ ഈവന് നമുക്ക് വെറുതെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ എവിടെ നിൽക്കുന്നത്, അല്ല വ്യാഴം ഏത് പൊസിഷൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു നോക്കുമ്പോൾ എൻ്റെ രാശിയുടെ ഇന്നടത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിലോട്ടുള്ള വ്യത്യാസങ്ങളെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല അത്യാവശ്യം അറിയുന്ന ഒരാളനുസരിച്ച് പോയിട്ട് കൺസൾട്ടേഷൻ കാര്യങ്ങൾ എടുത്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള വാങ്ങിക്കണം. ഏതൊക്കെ ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത് നിൽക്കുന്നത്, ഏതൊക്കെ നെഗറ്റീവ് പ്ലാനറ്റ്, ഏതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷന് വ്യാഴമാണെന്നൊരു 12 വർഷമാണ് ഒരു പ്ലാനറ്ററി പൊസിഷനുള്ള ഒരു സോഡിയാക് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സോഡിയാക് സൈക്കിള്. അപ്പോൾ ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു വ്യാഴം 1 വർഷം എടുക്കും. അതേമാതിരി രാഹു കേതുക്കളാണെന്നൊരിൽ 1.5 വർഷം എടുക്കും. അല്ലെങ്കിൽ 20 വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതുള്ളിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വ്യാഴവുമായിട്ടൊക്കെ കണക്ടിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ, എടുക്കാൻ, സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, അൺഎക്സ്പെക്റ്റഡായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് 11ാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിനിൻ്റെ ഹൗസാണ്, മീൻസ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഹൗസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്ടിവിറ്റികളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ്. 12 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ കളിയാണ്. അപ്പം അവിടെ 12 നിന്ന് കഴിഞ്ഞാൽ അത് മോശം. അപ്പോൾ ഓരോന്നിൻ്റെ ഇതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ 1 മുതൽ 12 വരെയുള്ള കോളങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ അതാണ് ഇതാണ്. അപ്പം ഇപ്പോൾ പോലും പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മുകളിൽ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും.
അപ്പോൾ ലഗ്നം ലഗ്നമല്ല, നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആയിരിക്കും. രാശി വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കില്ല, ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷനാണ് കറക്റ്റ്. അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാർട്ട് ഇട്ടേക്കാം. ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഇതൊന്നും അല്ലെന്നൊരു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടംപോലെ അവൈലബിളാണ്. നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ, ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്, എടുക്കുന്നത്. പക്ഷേ ഈ പലതെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച്, കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും, എല്ലാത്തും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വരീഡാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് വരും, ഇങ്ങനെയാണോ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം വരുമ്പോഴാണ് നമ്മൾ ഒരു അസ്ട്രോളജിയൊക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ ഇപ്പം തന്നെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്കിതിനു മുമ്പത്തെ ദശ, അന്തർദശ, ഭുക്തി, അന്തർഭുക്തി, അങ്ങനെ സൂക്ഷ്മ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കുടുക്കിപ്പോയി ആരും ചാടല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോൾ ഈ രാഹു ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ബർത്ത് ചാർട്ടിലെ ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ കാണും. ചിലപ്പോൾ ഒരു 2 പേര് അവിടെ നിന്ന് സംസാരം അടി കൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലിൽ വരെ പോകാനായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അതല്ലെന്നൊരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങൾ പൈസ കടം ചോദിക്കാം. ഈ പൈസ കടം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടത്തില്ല. ആ പൈസ പോയി അല്ല നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം, അല്ല ഒറ്റ ആഴ്ച കൊണ്ട്, അല്ല 2 ആഴ്ച കൊണ്ട്, അല്ല 1 മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറയും. അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോയിട്ട് ഇവിടെ ഈ പൈസ കിട്ടുകയില്ല. അല്ലൊന്നിരി എന്തെങ്കിലും ഇതുപോലുള്ള പോയിട്ടുള്ള പെടാനുള്ള സാധ്യത. പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടിരിക്കുന്നവരെ മയക്കുമരുന്നിന് അടിമയാകാം. ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നില്ല, ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നേച്ചറെ, അല്ലെന്നൊരിയിൽ ബാഡായിട്ടുള്ള ആവശ്യം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല, ജീവിതത്തിലോടൊരു നന്മയില്ല. തിന്മയാ അഴുക്ക് രാഹുവാണ്, വെറും അഴുക്കാണ്. മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക, അല്ല അവരെ പറ്റി അറിയാൻ ആഗ്രഹിക്കുകയില്ല. ഒരു ഗുണ്ട റോബിൻ ഹുഡിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനായാലും അതേമാതിരി നല്ല ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ്. പക്ഷെ എന്നാൽ എപ്പോഴും ഒരു അഗ്രസീവാണ് ഈ പറയുന്ന രാഹു എന്ന് പറയുന്നത്. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി ഇപ്പോൾ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹു ഒക്കെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, പൈസയാണ്. ശുക്രൻ ഇരട്ടിക്കുക, അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വ ആണെങ്കിലും ചില ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം. അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക. പിന്നെ അതിനകത്തോണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഃഖം, സങ്കടം വേറെയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അത് മാരീനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുക്കി പോയി ചാടാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാരണവശാലും ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു 49 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലെന്നൊരു ഇതേമാതിരിയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനോ എടുക്കാനോ, അല്ലെന്നൊരു ചിലപ്പോൾ പൈസ കടം ചോദിക്കാൻ ചില സുഹൃത്തുക്കൾ ആരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ കാരണം പൊതുവെ ഇപ്പോൾ വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട്, വ്യാഴം ഇപ്പോൾ വന്നതുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവെ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി. പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ഒരു രാഹുവിൻ്റെ കൂടെ ബർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ്, അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത്.
അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ, കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക്, അത് ശനിയുടെ റേഡിയേഷനുള്ള ഈ മുടന്തരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബീഡി ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേദിവസി കള്ള് കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ്. അതുപോലെ പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീന് തീറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ്. ഓം ദം ദുർഗായ നമ എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം. പിന്നെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ്. പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ പാലിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഓഫ് ചെറിയൊരു കുങ്കുമപ്പൂ പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ കുളിക്കുന്നുള്ള ചെറിയൊരു പിഞ്ചോ മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ അല്ല ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിക്ക്. അപ്പോൾ അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞച്ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, വലിയ പൈസ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതേമാതിരി ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ്, എല്ലാം ഒരു റേഡിയേഷനാണ്, ഒരു എനർജിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ രാശിക്കാരെക്കാറ്റിയുള്ള കണ്ടിന്യൂറ്റി ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത്. അത് തന്നെയല്ല, ടൈമില്ല അധികം. മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ്. അപ്പം ഈ മേടൻ രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം, അഥവാ മേടൻ രാശിയെ ഭരിക്കുന്ന ചൊവ്വയാണ്. ഇവിടെ 3 നാളുകളാണല്ലോ ഉള്ളത്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാലം. അപ്പോൾ ഇവിടെ അശ്വതിയെ ഭരിക്കുന്നത് കേതുവാണ്, സൂര്യകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ ഭരണിയെയാണെന്ന് വരിയിൽ ശുക്രനാണ് ഭരിക്കുന്നത്, അതുപോലെ ചന്ദ്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയാണെന്ന് വരിയിൽ ഭരിക്കുന്നത് സൂര്യനാണ്, ചൊവ്വാകർമ്മയിൽപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള അവർക്ക് പല രീതിയിലുള്ള സ്വഭാവങ്ങൾ, ഇപ്പോൾ സപ്പോസ് ചൊവ്വായിട്ടായിട്ട് അല്ലാതെ ഒരു സൂര്യൻ്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ്, ഒരു പിടിവാശി കാര്യങ്ങൾ ഞാൻ പറയുന്നത് ജയിക്കുമെന്നുള്ള അങ്ങനത്തെ ഒരു ഇത്. അതുപോലെ വ്യാഴം ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭരണി നക്ഷത്രക്കാർ കൃഷിയോടുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു താല്പര്യം കൂടുതൽ. അതുപോലെ മേടൻ രാശിക്കാണേലും ഈ സൂര്യൻ്റെ ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിനകത്തുള്ള മേടമല്ല, ഈ പറഞ്ഞ അശ്വതി നക്ഷത്രക്കാർ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധങ്ങളെ, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരുടെ ഓരോ രാശികളും ഈ പറഞ്ഞമാതിരി കർമ്മങ്ങളും, ഇതുകൂടാതെ ഇവരുടെ നക്ഷത്ര സബ് ലോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളൊരു വസ്തുതകൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ 11 രാഹു മാറുന്നത്. അപ്പം രാഹു മാറുമ്പോൾ ഈ 11 രാഹു എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ലതാണ്. പക്ഷെ അപ്പം ഈ 11 എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ 11 എന്ന് പറഞ്ഞാൽ ഒരു ഗെയിനിൻ്റെ, നേട്ടത്തിൻ്റെ ഒരു സോഡിയാക് സൈനാണ് നേട്ടത്തിന്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പല രീതിയിലുള്ള നേട്ടങ്ങൾ. അതേപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഹൗസാണ്, കൂട്ടുകാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള നല്ല സുഹൃത്തുക്കളെ, സോഷ്യൽ നെറ്റ്വർക്ക്, അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ റിവാർഡ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങനെ കിട്ടാൻ. അതുപോലെ പേഴ്സണൽ സീക്രട്ട്, നമ്മുടെ രഹസ്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്, ഡ്രീം, നമ്മുടെ സ്വപ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതും. അതുകൂടാതെ ഫുൾഫിൽമെൻറ്റ് തന്നെ നമ്മുടെ ജീവിതത്തിലെ സാക്ഷാത്കാരം എന്ന് പറയും. ഈ സാക്ഷാത്കാരം, ഹാപ്പിനെസ്, സന്തോഷങ്ങൾ, കൊച്ചു സന്തോഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു 11 എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ, റിക്കവർ ഫ്രം ദ ഇൽനെസ്, അസുഖങ്ങൾ, കാര്യങ്ങൾ, ഇൻകം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള. അതുപോലെ വെൽത്ത്, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, നല്ല ഉയർച്ചകൾ, അസറ്റ്, നല്ല ഗെയിന്, നല്ല നേട്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് 11 എന്നുള്ളത്. നിങ്ങൾ ജോബ് പ്രൊമോഷന്, അൺഎക്സ്പെക്റ്റഡ് ഗെയിന്, അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിന്, പിന്നെ
മൾട്ടിപ്പിൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു ഹൗസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഓരോ ഹൗസിൻ്റെ ഓരോ രാഹു ഓരോ ആൾക്കാർക്കും എങ്ങനെ ഏതൊക്കെ ഹൗസിൽ നിൽക്കുമ്പോഴാണ് മോശമെന്നുള്ളത്. അപ്പം ഇതിനകത്ത് 3, 6, 10, 11 അപ്പോൾ 3, 6, 10, 11 എന്നൊക്കെ ഉള്ള പൊസിഷന് രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീഡിയം, വെരിപാട്, അങ്ങനെയൊക്കെ ഉള്ള അഴുക്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നേരത്തെ ഈ വീഡിയോയുടെ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ശ്രദ്ധിക്കുക. അതേമാതിരി നമ്മുടെ റെമഡി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3, 6, 10, 11 ഒക്കെ ഉള്ള പൊസിഷനിൽ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ധനലാഭങ്ങൾ, പുതിയ ജോബ് കിട്ടാൻ, അല്ലെങ്കിൽ ജോബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് മാറിയിട്ട് പുതിയ ഇതിൽ നല്ല ജോബ് കിട്ടാൻ, അല്ലെന്നിരിയിൽ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ്. അതിനിടയ്ക്ക് നമുക്ക് രാഹുവിനെ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഈ രാഹുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹു ഒരു വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു ഇപ്പോൾ ഇങ്ങോട്ട് മാറി, അവിടെയാണ് നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ടത്. അപ്പോൾ വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു മാറി എന്നാണ് പറയാൻ. വ്യാഴം എന്ന് പറയുന്ന ഒരു സാത്വികനാണ്, നല്ല ഗ്രഹമാണ്, ആരെയും ദ്രോഹിക്കാത്ത ഗ്രഹമാണ്. നമ്മുടെ കല്യാണമൊക്കെ നടത്തുന്നതും ധനത്തിനെ കിട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ള സൽക്കർമ്മത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്, സാത്വികനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ കൺട്രോളായിരുന്നു ഇത്രയും നാളും രാഹു. അപ്പോൾ ഈ രാഹു ഇപ്പോൾ അങ്ങോട്ട് വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറിയെന്ന് മനസ്സിലാക്കും. അങ്ങനെ മാറിയപ്പം ആ രാഹു എന്ന് പറഞ്ഞാൽ വില്ലത്തരൻ, രാഹുവിൻ്റെ ഗുണ്ടായിസം, റോബിൻ ഹുഡിൻ്റെ ഒരു ക്യാരക്ടറെ, ഒരു എത്തിക്സ് ഇല്ല, ജീവിതത്തിനോട് ഒരു എന്താ പറയുന്നത്, ഒരു കടപ്പാട് ആരോടുമില്ല, ഒരു സ്നേഹമില്ല, ഒരു ബഹുമാനമില്ല, ഒരു പിന്നെ ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു ഇലൂഷന്, അല്ലെന്ന് ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു മായിക ലോകം, ഒരു സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്നുള്ള പറഞ്ഞ ഒരു ക്യാരക്ടറെ, അങ്ങനെ പിന്നെ ആരോടും ഒരു സ്നേഹവും ബഹുമാനവും ഒരു ഒന്നുമില്ലാത്തതായിട്ടുള്ള എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേപോലെ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും സ്നേഹവും ഒന്നുമില്ലാത്ത ഒരു ഗ്രഹമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ പൊസിഷൻ്റെ അനുസരിച്ചാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് പറഞ്ഞ 3, 6, 10, 11 ഒക്കെ ഉള്ള പൊസിഷനിലുള്ള ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഉയർച്ച, പ്രത്യേകിച്ച് ഈ 11-ലോട്ടാണ്. 11 ദ ഹൗസ് ഓഫ് ഗെയിൻ, സമ്പത്തിൻ്റെയും അപ്രതീക്ഷിതമായിട്ട് ധനലാഭം പ്രതീക്ഷിക്കുന്നവരാണ്. അല്ലെന്നില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും പാർട്ടീഷൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അച്ഛൻ്റെ ബിസിനസ് സപ്പോസ് ഏറ്റെടുക്കാനുള്ള പോസിബിലിറ്റി, അങ്ങനെ അല്ലെന്നൊരു ഇതും കൂടാതെ എന്താ പറയുന്നത്, നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത ഭയങ്കര നേട്ടങ്ങൾ, ചിലപ്പോൾ ബിറ്റ്കോയിനോ അല്ലെന്നൊരു ഫോറക്സ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെന്നൊരു സ്പെക്കുലേറ്റീവ് ഗെയിന്, നമുക്കിങ്ങനെയുള്ള ഒരു ഊഹക്കച്ചവടത്തിൽ നിന്നുള്ള ലാഭങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള പലവിധ നേട്ടങ്ങളും ഈ പറഞ്ഞ രാശിക്കാർക്കുണ്ടാകും. അതേമാതിരി ഈ പറഞ്ഞ 3, 6, 10 പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ 3, 6, 10, 11 ഒക്കെ പൊസിഷനിൽ രാഹു നിൽക്കുകയും കൂടെ ഈ പറഞ്ഞ ശുക്രൻ കണക്റ്റഡായിട്ടുള്ള ആൾക്കാർക്കാണെന്നവരിൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ ജീവിതത്തിൽ കിട്ടാനും, ഒരുപാട് നല്ല ജോബ് കിട്ടാനും, നല്ല ഉയർച്ച വരാനും, നല്ല ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ ഇരട്ടിപ്പിക്കാനും, 10 പ്രോപ്പർട്ടി ഉള്ളവർക്ക് 100 ആക്കാനും, പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ കണക്റ്റാകി നിൽക്കല്ലേ, അങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് ഉയർച്ച വരുമെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബർത്ത് ഒരു പ്രാവശ്യം നല്ല പ്രോപ്പർ ഗ്രേഡിനായി കൂടെ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ, പ്ലാനറ്ററി പൊസിഷൻ മാറുന്നത്, ഗോചാരം, ഇതൊക്കെ നമുക്ക് ഈ ഇതിൽ നിന്ന് തന്നെ നെറ്റിൽ കൂടെ തന്നെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലെന്നൊരു പല വീഡിയോയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത് എവിടെ ഏത് പൊസിഷൻ നിൽക്കുന്നത്, അപ്പോൾ അത് ആ ഒരു രീതി പ്രോപ്പറായിട്ട് വരച്ചെടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇടവൻ രാശിയെ പറ്റി ഒന്ന് നോക്കാം. ഇടവൻ രാശിയിൽ ഇപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞാൽ വ്യാഴം ഇങ്ങോട്ട് വ്യാഴം മാറി പോസിറ്റീവായി കഴിഞ്ഞാലും പക്ഷേ ഈ രാഹുവിൻ്റേതായിട്ടുള്ള കൺട്രോൾ ഇവിടുന്ന് പോയി. ഇവർക്കപ്പം 10-ലോട്ടാണ് ഈ ഇതിൻ്റെ ആയിട്ടുള്ള കണക്ടിവിറ്റി, 10 ആണ്. 10 വരുമ്പോഴെന്നാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ രാഹു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നൊരു ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ ജോബ് പ്രൊമോഷൻ വിചാരിച്ചിരുന്ന ആൾക്കാർ അത് നടക്കുകയല്ല, എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടാകാം, മാനേജരുമായിട്ട് കയറി തർക്കം ഉണ്ടാക്കാം. അപ്പോൾ ശമ്പളം കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടാതിരിക്കാം. ഇല്ലെന്നൊരു അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ചിലപ്പോൾ വാക്ക് തർക്കം ഉണ്ടായി ചിലപ്പോൾ ഓഫീസിൽ അടി കൂടാനും അവിടെ നിന്ന് പിരിച്ചു വിടാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ അഴുക്കായിട്ടുള്ള. അതേസമയം നിങ്ങൾ പറഞ്ഞ നല്ലതായിട്ടുള്ള ആൾക്കാരായാൽ നിങ്ങൾക്ക് ജോബിന് ഡബിൾ പ്രൊമോഷൻ ആകാനും
പിന്നെ സാലറി കൂട്ടിക്കിട്ടാനോ അല്ലെന്നൊരിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പുതിയ ഓർഡറൊക്കെ വരാനോ നല്ല എഗ്രിമെൻറ്റ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനോ എടുക്കാൻ അല്ലെ ബിസിനസ്സുകാരാണെന്ന് വരില്ല അവർക്ക് ആ ബിസിനസ്സിലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ ഉണ്ടാകാനൊക്കെ ഉള്ള പ്രത്യേകിച്ച് 11-ലൊക്കെ ഉള്ളതിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ ഹൗസിനകത്ത് ബാഡ് ഹൗസിലാണോ ഗുഡ് ഹൗസിലാണോ നിങ്ങളുടെ ഈ രാഹു നിൽക്കുന്നതെന്നും ഈ പറഞ്ഞ പോലെ ദശ അന്തർദശ ഒക്കെ എങ്ങനെയാണെന്നുള്ള ഇതിൻ്റെതും പിന്നെ കണക്ടിവിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾക്കത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ മോശമെന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പീരീഡിൽ ഏകദേശം ഒരു 49 ഡേയ്സിലേക്ക് വലിയ മീൻസ് ഇത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എടുക്കാതെ രമ്യമായിട്ട് ഓഫീസൊക്കെ ആണെങ്കിലും കാര്യങ്ങളെ ഒന്ന് ഇതാകാൻ പോവുക. അതേമാതിരി എന്തെങ്കിലുമുള്ള വാക്ക് തർക്കങ്ങളിലോ കാര്യത്തിലൊക്കെ ഇടപെടാതെ മീൻസ് ഇച്ചിരി മാറി നിൽക്കുക. പിന്നെ ഈ പറഞ്ഞ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നീചമായിട്ടുള്ള പല പ്രവൃത്തികളിലും ചിലപ്പം ഏർപ്പെടാം. ഇങ്ങനെയൊക്കെ ഉള്ള രാഹുവായിട്ടുള്ള വരുമ്പോൾ ഓവറായി ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് കള്ളുകൂടി അല്ലെങ്കിൽ നീച സ്ത്രീകളുമായിട്ടുള്ള കൂട്ടുകെട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയത്തിൽ അകപ്പെടാനുള്ള സാധ്യത, അപ്പോൾ അനാവശ്യമായിട്ട് കൂട്ടുകെട്ട് പരസ്ത്രീ ബന്ധം അങ്ങനെയുള്ള പല രീതിയിലും അൺഎക്സ്പെക്റ്റഡ് ഈവൻ ആണായാലും പെണ്ണായാലും ആ ഒരു രീതിയിലുള്ള പല രീതിയിലുള്ള ഈ ഗ്യാങ്ങിലോട്ടൊക്കെ പോകാനുള്ള ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. കാരണം ഇത്രയും നാളോ ഈ വ്യാഴമെന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ രാഹുവിനെ കൺട്രോൾ ചെയ്തിരുന്നു. അപ്പം വ്യാഴത്തിൻ്റെ ആ പോസിറ്റീവ്നെസ് കൊണ്ട് രാഹു എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ലതായിട്ടിരുന്ന ആൾക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഈ രാഹു മീൻസ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫുൾ പവറിലങ്ങ് പോവുകയാണ്. ആ വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. അപ്പോൾ അത് ബർത്തിയാട്ടിൽ രാഹു അഴുക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പം നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെന്നവർ ഇപ്പോൾ ചില ആൾക്കാർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് പല ആൾക്കാർക്കും ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പം കാരണം രാഹു എന്ന് പറഞ്ഞാൽ വിദേശവുമാണ്. നിങ്ങൾ ചിലപ്പോൾ വിസ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫിലോ അല്ലെ മിഡിൽ ഈസ്റ്റ് കൂടാതെ ചിലപ്പോൾ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പം വിസ പാസ്സായി വരാനുള്ള ഒരു സാധ്യത അങ്ങനെയൊക്കെ ഉള്ള പല രീതിയും ഉണ്ട്. ഈ ഒരു കണക്ടിവിറ്റി അനുസരിച്ച് ഉള്ള പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ബർത്തിയായിട്ട് ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്യാത്തിടത്തോളം കാലം അല്ലെന്നൊരിൽ നമുക്ക് ആ ഒരു വിലയിരുത്തൽ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ അതുകൂടെ ഒന്ന് ചിന്തിച്ചേക്കണം. രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതുപോലെ ഇതിൻ്റെ 3 നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ അര, തിരുവാതിരം, പിന്നെ പുണർദത്തിൻ്റെ മുക്കാല്. ഇത്രയാണ് ഇതിൻ്റെ 3 നക്ഷത്രങ്ങളുള്ള 3 നക്ഷത്രങ്ങൾ, അതായത് 9 പാദം. അപ്പോൾ ഇതിനകത്ത് മകയിരത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ചൊവ്വയാണ്. അതുപോലെ ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ തിരുവാതിര എന്ന് പറഞ്ഞാൽ രാഹു കർമ്മയിൽപ്പെട്ടതാണ്. രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. ശുക്രകർമ്മയിൽപ്പെട്ടതാണ്. പുണർദത്തെ ആണെന്ന രീതിയിൽ വ്യാഴമാണ് ശനികർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇവരുടെ ഇതിനനുസരിച്ചുള്ള ഇവരുടെ സ്വഭാവത്തിൻ്റെയും കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിരിക്കുമെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ പോകുന്നതും 1 അല്ല 2 ചാർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൂടെ ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഈ 2 ചാർട്ട് കൊടുക്കുന്നത്. സാധാരണ ആൾക്കാർക്ക് പഠിച്ച് കാര്യങ്ങളൂടെ ഒന്നും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴം മാറുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു ഇത്രയും നാളും രാഹു. അപ്പം ഈ വ്യാഴം സാത്വികനായതുകൊണ്ട് തന്നെ നല്ല സൽക്കർമ്മങ്ങൾ രാഹുവിനെ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പം ഇവിടുന്ന് വ്യാഴം മാറിയതോടുകൂടി രാഹു ഫ്രീ ആയി. രാഹു അതിൻ്റെ മൂർച്ഛന്യാവത്തിലോട്ട് ശക്തി പ്രാപിക്കുന്ന രാഹുവിന് ബുദ്ധിയില്ല, എത്തിക്സ് ഇല്ല, നല്ല ഒരു സ്വഭാവ വൈകല്യം, വികലമായിട്ടുള്ള ചിന്താഗതി, ഇലൂഷന്, എന്ത് ചെയ്യണമെന്നുള്ള മീൻസ് എന്താ പറയുന്നത്, എന്തും വേണ്ടി വന്ന കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു ഗുണ്ടാ ടൈപ്പൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ രാഹുവിൻ്റെ. എന്തിനേയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നിങ്ങളുടെ ബർത്തിയായിട്ട് നല്ല രാഹു ആണെന്നൊരു നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കുക. വലിയ രാജാക്കന്മാരുടെ വലിയ മീൻസ് ലക്ഷാധിപതികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ബർത്തിയാട്ടിലൊക്കെ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതാണ്. രാഹു പ്രത്യേകിച്ച് ശുക്രനെ ചില ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും. അപ്പോൾ ആ നല്ല രാഹുവിൻ്റെ പൊസിഷൻ ആണെന്നൊരു നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നല്ലതും ചീത്തയും ഈ ഒരു ഹൗസിൻ്റെ ഈ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ധനുരാശിപ്പെട്ടവർക്ക് 9ലേക്കാണ് പോകുന്നത്. 9 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ലക്കിൻ്റെയാണ് ലക്ക്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല ലക്ക് കാഴ്ചകൾ, അപ്പം ഈ ഇങ്ങനെ എന്താ പറയുക ആരോഗ്യം, അച്ഛന് ഫാദറിന് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 9 പൂർവ്വ സ്വത്ത് അങ്ങനെയൊക്കെ.
അപ്പം ഇങ്ങനെയുള്ള ഇവർക്ക് അതുകൊണ്ട് തന്നെ രാഹു ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവരുടെ അച്ഛന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അങ്ങനെ അല്ലാതെ ഇവരുമായിട്ടൊരു ടേംസിലല്ലാതെ വരും, അച്ഛനുമായിട്ട് വഴക്കിടാനെടുക്കാനുള്ള സാധ്യത, അല്ല നെഗറ്റീവായിട്ടിരിക്കുന്നവർക്ക് അല്ലെന്നൊരു പൊതുവെ നല്ലതായിരിക്കും. അപ്പോൾ രാഹുവിൻ്റെ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇതെല്ലാം ഈ എപ്പോഴാണെങ്കിലും എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളൊരു മീൻസ് എന്താ നമുക്കൊരു ഇതായിട്ട് നോക്കിയിട്ട് വേണം ഒന്ന് അനലൈസ് ചെയ്യണം ഈ ഒരു പീരീഡിൽ രാഹു എങ്ങനെയാണ് അല്ലെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നത് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ മീൻസ് ഇച്ചിരി കെയർഫുള്ളായിരിക്കുക. അപ്പം ഇതിനകത്ത് ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ചിലപ്പം ഗെയിൻ അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ വരാൻ ലോട്ടറി ഭാഗ്യമാരിയൊക്കെ ഉണ്ടാകാനുള്ള പോലും ഇതുണ്ട്, ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക നല്ല രാഹുള്ളവർക്ക്. അപ്പോൾ ഈ സമയത്ത് ഉപരിപഠനം നടക്കാൻ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് അതിനും ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും പൈസ കൊടുത്തിട്ട് ഒരു രൂപ പോലും കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. അതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് വന്നിട്ട് നമുക്കല്ല പൈസ തരാം അല്ലെന്നൊരു നിങ്ങൾക്ക് ഇത്ര പൈസ ഇരട്ടിച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം അമളി പറ്റാണ്ടൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു 49 ദിവസത്തെ ഒരു സമയത്തിന് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊസിഷൻ മാറുകയും ചെയ്യും, അപ്പോഴത്തേനും നോർമലാകും. അപ്പോൾ ഈ ഒരു പീരീഡിലേ ഉള്ള ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത റോങ് ഡെസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ചിലർക്ക് നല്ല വെറുതെയായിട്ട് നല്ല ആൾക്കാർക്ക് നിൽക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഗെയിൻ ഉണ്ടാകും. ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഉയർച്ച, അപ്രതീക്ഷിതമായിട്ടുള്ള ഇത് എന്തെങ്കിലും ഇങ്ങനെ സമ്പത്ത് കിട്ടാനുള്ള അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. അതേസമയം നിങ്ങളുടെ ബർത്തിയാട്ടിലെ ഈ പറഞ്ഞ മാതിരി രാഹുവിൻ്റെ പൊസിഷൻ മോശമാണെന്ന് വരും ചില ആൾക്കാർ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം ഞാൻ അടുത്ത മാസം ഒരു മാസത്തെ കൊണ്ട് ഇരട്ടിക്ക് തരാം പ്രലോഭിപ്പിച്ചിട്ട് ആരും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ പരിചയക്കാരും എല്ലാം ആയിരിക്കും വരും. എന്നിട്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പൈസയും കാണത്തില്ല, തിരിച്ച് കിട്ടത്തില്ല, അമളി പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ മധ്യസ്ഥം വഹിക്കാൻ പോകരുത്. മധ്യസ്ഥം വഹിക്കാൻ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത്. അതുപോലെ അടിപിടിയൊക്കെ വഴക്കിനിടയ്ക്ക് അല്ലെന്നിട്ട് നമ്മൾ പോയിട്ട് അവരെ പിടിച്ചു മാറ്റാനും എടുക്കാനും ഒക്കെ ഒന്നും നിൽക്കല്ലേ. അപ്പോഴും അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഈ രാഹു എന്ന് പറഞ്ഞാൽ വിദേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പക്ഷേ ഈ പറഞ്ഞ മാതിരി പൈസ കൊടുത്തെടുത്തിട്ടുള്ള പരിപാടി കേൾക്കില്ല, പൈസ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലതായിട്ടുള്ള ഈ ആൾക്കാർ കാണുന്ന ഒരു വിസ ഒക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് വിസ ഒക്കെ ഡിലേ ആയിരുന്ന ആൾക്കാർക്ക് പാസ്സായി വരാനും എടുക്കാനും അങ്ങനെ ഇങ്ങനെ അല്ലെന്നൊരു വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ പോകാനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടെയാണ്. അപ്പോൾ രാഹുവിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. കർക്കിടകം രാശി, കർക്കിടകം എന്ന് പറഞ്ഞാൽ ക്യാൻസർ. അപ്പോൾ ഈ കർക്കിടകത്തെ എൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ്. അതുപോലെ ഇതിനകത്ത് ഇരിക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ പുണർദത്തിൻ്റെ കാല, പൂയം, ആയില്യം എന്നിവയാണ്. അപ്പം ഈ നോക്കുമ്പം ഈ പുണർദത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, ശനികർമ്മയപ്പെട്ടതാണ്. അതുപോലെ പൂയത്തെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്, രാഹുകർമ്മയാണ്. അതേപോലെ ആയില്യത്തെ ആണെന്ന് വരില്ലേ കൺട്രോൾ ചെയ്യുന്നത് ബുധനാണ്, സൂര്യകർമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഈ റേഡിയേഷനൊക്കെ അനുസരിച്ചുള്ള ഈ കർമ്മയുടെ ഒക്കെ അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും ബാക്കിയുള്ള പ്രവൃത്തിയിലും കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യാസം കണ്ടിരിക്കുക എന്നുള്ള ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ രാഹു പോകുന്നത് 8ലേക്കാണ്. ഈ 8ലേക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, ചിലപ്പോൾ ലോട്ടറി ഭാഗ്യമേ, അപ്രതീക്ഷിതമായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പം ഇത് പോസിറ്റീവായിട്ട് വരാം, നെഗറ്റീവായിട്ട് വരാം. ഇങ്ങനെ അല്ലെന്നൊരു മരണം വരെ എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കൂടെ കളിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മരിക്കുക എന്നുള്ളതല്ല, ഹോസ്പിറ്റലൈസേഷന് അങ്ങനെയൊക്കെ ഉള്ള അൺഎക്സ്പെക്റ്റഡ് ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് സൂചിപ്പിക്കുക. അപ്പം അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളവർക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. 3, 6, 8 എന്ന് പറഞ്ഞാൽ രാഹു നെഗറ്റീവാണ്, പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമുള്ള, ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ഭവിക്കും. അപ്പം ചിലർക്ക് ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാം. അപ്പോൾ ഇതിനകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം മാറിയപ്പോഴെ തന്നെ ഇത്ര നാളും രാഹുവിനെ കൺട്രോൾ ചെയ്തിരിക്കുമായിരുന്നു.
അപ്പോൾ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള കൺട്രോൾ പോയിട്ട് വ്യാഴം അടുത്ത ഇതിലോട്ട് മാറിയപ്പോഴത്തേനും രാഹു ശക്തനാകുക, ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോഴത്തേന് രാഹുവിന് ബുദ്ധിയില്ല, എത്തിക്സ് ഇല്ല, ആൾക്കാരോട് എന്ത് വേണേലും നെറികേട് കാണിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം, ഗുണ്ടായുസം കാണിക്കുക, 420 ക്യാരക്ടർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രാഹുവിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പം രാഹു വല്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എന്താണെന്ന് അറിയാനോ അത് തിരിച്ചറിയാനോ ഒന്നുമില്ല, ഒരു സംഭവമില്ലാത്തതാണ് രാഹു എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു സംഭവത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള പല രീതിയിലുള്ള കൂട്ടുകെട്ടിലൊക്കെ പോകാനും അകപ്പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. മോശമായിട്ടുള്ള രാഹു മോശമായിട്ടുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതാണ്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും ചിലപ്പോൾ ഗിഫ്റ്റ് തരാൻ എടുക്കാൻ, ചിലപ്പോൾ നിങ്ങൾ പൈസ കടം കൊടുത്തിട്ടുള്ള പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് അതൊക്കെ വളരെ കൂടുതലാണ്. രാഹു എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ വിദേശമാണ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വിദേശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പോകാനോ എടുക്കുന്ന ആൾക്കാർ കമ്പൾസറി ഇൻഷുറൻസ് കാര്യങ്ങൾ, ട്രാവൽ ഇൻഷുറൻസ് കാര്യം കരുതിയിരിക്കണം. അല്ല ഒരു കാരണവശാലും പോകല്ലേ. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു പല രീതിയിലുള്ള രാഹുവിൻ്റെ ആയിട്ടുള്ള ഈ ഒരു 49 ദിവസത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നെഗറ്റീവായിട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബർത്തിയായിട്ട് ചെക്ക് ചെയ്താലേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് രാഹു നെഗറ്റീവാണോ പോസിറ്റീവാണോ. അപ്പോൾ ബേസിക് ബർത്തിയായിട്ടിനകത്തത് നെഗറ്റീവായിട്ട് നിൽക്കുന്നവർക്കാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അൺഎത്തിക്കലായിട്ടുള്ള അങ്ങനെ നെഗറ്റീവായിട്ടിരിക്കുന്നവർ അൺഎത്തിക്കലായിട്ടുള്ള സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാം. അതേമാതിരി UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ പൈൽസ്, ഫിസ്റ്റുല, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇങ്ങനെ സെക്ച്വലി ഉള്ള ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും അല്ലെ വരാനുള്ളതും സാധ്യതകളും ഉണ്ട്. മാത്രമല്ല ചില ആൾക്കാർ ഈ മദ്യം, മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിനോട് അഡിക്ഷൻ കൂടാനൊക്കെ ഉള്ള ഒരു സാധ്യതയും പൊതുവേ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് നീചമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല. അല്ലെന്നിരി അവർക്ക് പ്രോപ്പർട്ടി കാര്യങ്ങൾ, ലക്ക്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് നെഗറ്റീവായിട്ട് ഒരു കാരണവശാലും എടുക്കില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് അല്ല, പോസിറ്റീവായിട്ടുള്ള ഇത് നോക്കുക. അല്ലെന്നിരി ഒരു പ്രാവശ്യം നിങ്ങൾ ബർത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ചിങ്ങൻ രാശി, ചിങ്ങം എന്ന് പറഞ്ഞാൽ ലിയോ, ഇതിനെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതേമാതിരി മകം, പൂരം, ഉത്രം, കാലം, ഇത്രയാണ് ഈ നാടുകളാണ്. 9 പാദങ്ങളിൽപ്പെട്ട ഈ 3 നാടുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് മകത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചന്ദ്രകർമ്മയപ്പെട്ടാണ്. അതേമാതിരി ഇതിന് പൂരത്തെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചൊവ്വകർമ്മയപ്പെട്ടാണ്. ഉത്രത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ബുധകർമ്മയപ്പെട്ടാണ്. അപ്പം ഇവർക്ക് ഈ ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഒരു കർമ്മ, ഓരോ ആൾക്കാരുടെ കർമ്മ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ട് ഇവർക്ക് അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളെ കാര്യങ്ങളെ മീൻസ് അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് 7-ലോട്ടാണ്, ഇപ്പോൾ 7-ലാണ് രാഹു നിൽക്കുന്നത്. അതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഇതെന്ന് 7 പറഞ്ഞാൽ ഫാമിലി, പ്രത്യേകിച്ച് ഇത് നമ്മുടെ വൈഫ് അല്ലെന്നില്ല നമ്മുടെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, സെക്ഷുവൽ ഡിസയർ, സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ലെന്നില്ല ആ ഒരു സാറ്റിസ്ഫാക്ഷന് ഈ ഒരു രീതിയിലുള്ളത്. പിന്നെ കമ്മിറ്റ്മെൻറ്റ്, പ്രണയമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഡിസയർ, ആഗ്രഹങ്ങൾ, മാരേജ്, ഡൈവേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇവിടെ ഇപ്പം വ്യാഴം മാറിയിട്ട് വ്യാഴം സാത്വികനാണ്. അപ്പം വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു. അപ്പോൾ രാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം മാറി ഈ പറഞ്ഞ ഒരു പീരീഡിലൊക്കെ ഡിസംബർ 5-ാം തീയതി വരെ മാറി നിൽക്കുക. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ബർത്തിയാട്ടിൽ രാഹു നല്ലതായിട്ട് നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബർത്തിയാട്ട് രാഹു പോസിറ്റീവായിട്ടിരിക്കുന്ന ഈ പ്രത്യേകിച്ച് 3, 6, 8 ഒക്കെ ഉള്ളിടത്ത് നെഗറ്റീവ് അങ്ങനെയൊക്കെ ഉള്ളിടത്തും പിന്നെ ചില ഗ്രഹങ്ങളായിട്ടൊക്കെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ശുക്രനായിട്ടൊക്കെ കണക്ടിവിറ്റി ഒക്കെ വരുമ്പോഴാണ് ഫൈനാൻഷ്യൽ ലോസ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള മനസ്സിലാക്കിയത്. ഇപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ബർത്തിയായിട്ട് രാഹു നെഗറ്റീവ് അല്ലെന്ന് വരെ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമില്ല. നെഗറ്റീവായിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ചില പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ധനലാഭങ്ങളെ കാര്യങ്ങളെ അല്ലെന്നൊരു പുതിയ പ്രണയബന്ധത്തിൽ അകപ്പെടാം, കല്യാണം കഴിക്കാത്തവർ ഏർപ്പെടാം. അതേമാതിരി കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ കല്യാണാലോചന വരാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ബിസിനസ്സിൽ ധനലാഭം ഉണ്ടാകും. പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പ്രപ്പോസൽ വരാം.
അപ്പോൾ ഈ പുതിയ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഒരു പ്രപ്പോസൽ വരുവാണ് ഈ ഒരു പീരീഡ് ഒരു കാരണവശാലും എഗ്രി ചെയ്യൽ ഈ ഒരു പീരീഡ് കഴിഞ്ഞ്. കാരണം അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇത് രാഹു നെഗറ്റീവായിട്ട് നിൽക്കുകയാണെന്നൊരു ആ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലും പാർട്ട്നേഴ്സിനെ പോലും സെലക്ട് ചെയ്യുമ്പോൾ ഒരു വൈഫിനെ സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാതെ അവരുടെ കൂടെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാതെ ഒരു കാരണവശാലും ചെയ്യില്ല. കാരണം അവർ ചീറ്റിക്ക് പറ്റാം. ഈ കല്യാണവും ബിസിനസ്സും സെയിം ഇതാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം ബേസിക്കായിട്ടുള്ള. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റ് വർക്ക് കിട്ടാം. കടം കൊടുത്ത പൈസ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ തിരിച്ച് കിട്ടാം. KSF ചിട്ടി അങ്ങനെയൊക്കെ ഉള്ള ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അത് ചിട്ടിയൊക്കെ അടുക്കി കിട്ടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കോർട്ട് കേസൊക്കെ ഉള്ള കേസിൽ ചിലപ്പം വിജയിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ പോസിബിലിറ്റിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഇപ്പോൾ ജോബ് പ്രമോഷൻ കിട്ടാം, ജോബിലെ ഉയർച്ച അല്ലെങ്കിൽ ഒരു ശമ്പള വർധനവ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രാഹുവിൻ്റെ ഈ പീരീഡിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ രാഹു എന്ന് പറഞ്ഞ ഇല്യൂഷനാണ്. ഈ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മീൻസ് മാറും. പക്ഷെ എന്ന് വരിയിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് രാഹു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കാണുന്ന വരിയിൽ ഇത് നേരെ വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. പൈസ നഷ്ടപ്പെടാം, അല്ലെന്ന രീതിയിൽ ആവശ്യമില്ലാത്ത പ്രണയബന്ധത്തിൽ പോയിട്ടിടാം, ചീത്ത സ്ത്രീകളുമായിട്ട് കൂട്ടുകെട്ടാം, മദ്യം മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കാനുള്ള സാധ്യത, അല്ലെന്നൊരു അൺഎത്തിക്കലായിട്ടുള്ള സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് വരാൻ. അല്ലെന്നൊരു അതുപോലെ ട്രാൻസ്മിറ്റബിൾ ഡിസീസ് വരാനുള്ള സാധ്യത, കപട പ്രണയത്തിലകപ്പെടാവുന്ന ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തെ ആരെയും കളിപ്പിച്ചിട്ട് പോകുക ഒരു മോഹവലയമാണ്. എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ മാതിരി. ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്വപ്നലോകത്തെ മായിക ലോകമാണ്. മായിക ലോകത്തിൽപ്പെട്ട അകപ്പെട്ട് ചില വേണമെന്നൊരു ഒളിച്ചോടാനുള്ള വരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാര്യം കൊണ്ട് ഈ ഒരു സമയത്ത് കപട പ്രണയം, കപടമായിട്ടുള്ള പ്രപ്പോസൽ, അമിതമായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി പല രീതിയിലുള്ള ചിലപ്പം വൈറൽ ഇൻഫെക്ഷൻ മാതിരിയൊക്കെ ഉള്ളത് വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളത്. കന്നി രാശി, കന്നി എന്ന് പറഞ്ഞാൽ വൃഗം. അപ്പോൾ ഈ കന്നി രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അപ്പോൾ ഇവിടെ 3 നക്ഷത്രങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഉത്തരത്തിൻ്റെ മുക്കാല്, അത്തം, ചിത്തിര പകുതി. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ഈ നക്ഷത്രങ്ങളുള്ളത്. അപ്പോൾ ഇതിനെ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ബുധകർമ്മയെപ്പെട്ടാണ്. അതേപോലെ അത്തത്തെയാണെന്ന് ഇവർ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ശുക്രകർമ്മയാണ്. അതേപോലെ ചിത്തിരയാണെന്നൊരു ചൊവ്വ ആണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചുള്ള ഈ ഓരോ കർമ്മ അനുസരിച്ച് മാറുന്നതിൻ്റെ ആയിട്ടുള്ള ഇവരുടെ രീതികളെ, സ്വഭാവങ്ങളെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് 6-ലോട്ടാണ് രാഹു 6-ലാണ്. അപ്പോൾ ഈ 6 പറഞ്ഞാൽ അസുഖങ്ങൾ, അല്ലെന്നൊരു ഹോസ്പിറ്റലൈസേഷന്, ശത്രുക്കളെ, ആക്സിഡൻറ്റ്, എനിമീസ്, ഇങ്ങനെയൊക്കെ ഉള്ള അല്ലെന്നൊരു പോയിസണ്, അല്ലെന്നൊരു ലോസസ്, കടങ്ങൾ, നഷ്ടങ്ങൾ, സ്ട്രഗിൾ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള മുറിവ് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് 6ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ, 6th ഹൗസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പാർട്ട് ടൈം ജോബ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷനാണ്. അപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ ഗുരു ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥാനം മാറിയത് കൊണ്ട് ഗുരു സാത്വികനാണ്, നല്ല ചിന്താഗതി. അപ്പോൾ അവരുടെ ഗുരുവിൻ്റെ ആയിട്ടുള്ള കൺട്രോളിൽ, അതായത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കൺട്രോളിലായിരുന്നു രാഹു. അതുകൊണ്ട് രാഹു നല്ല പ്രവർത്തികളാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഈ ഡിസംബർ 5-ാം തീയതി വരെയുള്ള ഒരു പീരീഡിൽ രാഹുവിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ രാഹു വ്യാഴത്തിൻ്റെ കൺട്രോൾ പോയതുകൊണ്ട് രാഹുവിന് ബുദ്ധിയില്ല, എത്തിക്സ് ഇല്ല, എന്ത് വേണ്ടാതീനങ്ങളും കാണിക്കാൻ മടിയില്ലാത്തതാണ്. അപ്പം ആ രാഹുവിന് മടയനാണ്. അതുപോലെ ഗുണ്ടായുസം കാണിക്കാം, അങ്ങനത്തെ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഇല്യൂഷൻ മാതിരിയുള്ള ഒരു സ്വപ്ന വലയത്തല്ല, മായിക വലയത്തിലാണ് രാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ വൃത്തിയായിട്ട് രാഹു നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, പല മൾട്ടി മില്യണർ ആയിട്ടോ രാജാക്കന്മാർ, അവരുടെയൊക്കെ പലരുടെയും രാഹു നല്ല പൊസിഷനാണ്. പ്രത്യേകിച്ച് രാഹു ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഒരുപാട്. അതേസമയത്ത് ഈ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ രാഹു നിൽക്കുന്നിടത്താണ് ആ പ്രോപ്പർട്ടി എന്നൊക്കെ അങ്ങനെയുള്ള വരുമ്പോൾ അതിൻ്റെ ഭാഗ്യം ലക്ക് കുറഞ്ഞ് മീൻസ് ചോട്ടാ പ്രോപ്പർട്ടി, മീൻസ് ചെറിയ പ്രോപ്പർട്ടി.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ബർത്തിയായിട്ടുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം ജോബ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്കാണെന്നൊരു പാർട്ട് ടൈം ജോബ് അല്ലെന്നൊരു മീൻസ് ബർത്തിയായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നവർക്ക്, ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് അതിനകത്ത് ശമ്പളം വർത്താനം അല്ലെന്നൊരു പുതിയ കരാറിൽ ഏർപ്പെടാനുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം രാഹു ഈ ബർത്തിയായിട്ട് നല്ല വഴക്കായിട്ട് നിൽക്കുന്നവർക്കാണ് ചിലപ്പം മുറിവ് പറ്റാണ്, ഹോസ്പിറ്റലൈസേഷന്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് വയറിൻ്റെ ആ ഒരു മേളിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ രാഹു മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഓഫീസിലൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെന്നൊരു എന്തെങ്കിലും അടിപിടി കേസുകൾ എന്ന് പറഞ്ഞ ആ രീതിയിലുള്ളതോ, അതുപോലെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സമയത്ത് ജാമ്യം നിൽക്കാൻ പാടില്ല. ആർക്കെങ്കിലും ജാമ്യം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, പണിപാളും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ജോബ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രാഹു പോസിറ്റീവാണെന്നൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ മാതിരി വയറിന് താഴെയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകാൻ, അതുപോലെ ഈ പൈൽസ്, ഫിസ്റ്റുല അങ്ങനെയൊക്കെ ഉള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂ വരാം. പനിയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേഡീസാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സെക്സ് ഓർഗനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു പീരീഡ് രാഹു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലാണ്. അഥവാ രാഹു നെഗറ്റീവ് അല്ല എന്നൊരു കുഴപ്പമില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് എനിക്കിങ്ങനെ നെഗറ്റീവാണെന്നും പറഞ്ഞ് വിചാരിക്കല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രത്യേകിച്ച് പറയാം, ജാമ്യം കാര്യങ്ങൾ ആർക്കും നിൽക്കാനും എടുക്കാനും ഉള്ള ഒരു കാരണവശാലും ഉള്ള സാഹചര്യം ഉണ്ടാകാൻ ആവശ്യമില്ലാതെ ഉള്ള പൈസ ഈ ഒരു സമയത്ത് കടം എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അമളി പറ്റാം. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം ഇത് ലോസസിൻ്റെ കൂടാണ് ഈ ആണെന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ട്രഗിൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അല്ലെന്നൊരു നല്ല രാഹു ഉള്ളവർക്ക് കുഴപ്പമില്ല, അവർക്ക് വളരെ നല്ലതാണ്. ഈ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, ചിലപ്പോൾ അതിന് കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, അങ്ങനെ പല രീതിയിലുള്ള പോസിബിളായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും നമുക്കൊരു ഈ ഒരു പീരീഡിൽ ഈ ഒരു 5 ഡിസംബർ 5 വരെ എന്ന് പറഞ്ഞാൽ ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. കാര്യങ്ങൾ ഇതിൻ്റെ പിന്നെ റെമഡി കാര്യങ്ങൾ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ നമുക്ക് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുലാൻ രാശി എന്ന് പറഞ്ഞാൽ ലിബ്ര. അപ്പോൾ ഈ തുലാൻ രാശിയുടെ നക്ഷത്രാധിപതി എന്ന ശുക്രനാണ്. അതേപോലെ ഇതിൻ്റെ നക്ഷത്രങ്ങളെ ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ. ഇത്രയാണ് ഇതിൻ്റെ നക്ഷത്രങ്ങളുള്ളത്. ഇതിനകത്ത് ചിത്തിരെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ശുക്രകർമ്മപ്പെട്ടതാണ്. ചോതിയെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, ശനികർമ്മപ്പെട്ടതാണ്. അതുപോലെ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് വ്യാഴമാണ്, രാഹുകർമ്മപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അനുസരിച്ച് ഓരോ കർമ്മ അനുസരിച്ചുള്ള ഇവരുടെ സ്വഭാവത്തിലെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുമെന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇവർക്ക് രാഹു 5ലാണ്. 5 പറഞ്ഞാൽ പ്രണയം, അല്ലെന്നൊരു ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇമോഷന്, അല്ലെന്നൊരു വിദ്യാഭ്യാസം, അല്ലെന്നൊരു ഊഹക്കച്ചവടം, അങ്ങനെ റൊമാൻസ്, പ്രണയബന്ധങ്ങളെ അങ്ങനെ ഉള്ള ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കളിയാണ്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ 5 പറയുമ്പോൾ. അപ്പം ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നല്ലോ രാഹു. അപ്പോൾ വ്യാഴം അവിടെ മാറിയതോടുകൂടി രാഹുവ് ഇവിടെ നിന്ന് സാത്വികനായ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം നല്ലത് ചെയ്യാൻ വേണ്ടി രാഹുവിനെ പ്രേരിപ്പിക്കുക. അപ്പം ഇപ്പം രാഹുവിന് ഫ്രീഡം കിട്ടി. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത കാര്യങ്ങൾ, എത്തിക്സ് ഇല്ല, അല്ലെന്നൊരു റോങ് ആയിട്ടുള്ള റോങ് ഡെസിഷൻ മേക്കിംഗ് എടുക്കാം, അല്ലെന്നൊരു ആവശ്യമില്ലാത്ത എടുത്തിയാട്ടം, ഒരു ഗുണ്ടായിസന്മാരുള്ളത്, എന്തിനേയും മീൻസ് കൈയടക്കാനുള്ള ഒരു വ്യഗ്രത, ഈ ബുദ്ധിയില്ലായ്മ. അപ്പോൾ ഇതൊക്കെ ഒരു രാഹുവിൻ്റെ ഒരു നേച്ചറാണ്.
അപ്പം ഇത് രാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഈ 3, 6, 8 ഒക്കെ ഉള്ളൊരു നേരത്തെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷൻ വെരിപാടാണ്. അപ്പം പിന്നെ ബാടും വെരിപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആർക്കെങ്കിലും വൃത്തിയായിട്ട് നിങ്ങൾക്ക് രാഹു അഴുക്കായിട്ട് നിൽക്കുന്നവർക്ക് ഇച്ചിരി മോശമായിരിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കുക. കാരണം ഒരു കാരണവശാലും ഒരു വൃത്തിയായിട്ട് അല്ലേ ചെയ്യാതെ നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രാഹു വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ, ഒത്തിരി പൈസ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷൻ, മീൻസ് രാഹു നല്ല പൊസിഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാഹു ശുക്രമായിട്ടുള്ള കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, 2, 10, 20 പ്രോപ്പർട്ടി ആയിട്ടുള്ള ആ രീതിയിലുള്ള പ്രോപ്പർട്ടി, നമ്പർ ഓഫ് പ്രോപ്പർട്ടി കൂടുക. പ്രത്യേകിച്ച് പല ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ് രാഹുവിൻ്റെ ഉള്ളത്. അപ്പം രാഹു നല്ലതായിട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളിലുള്ള ഗെയിൻ ഉണ്ടാകും. നല്ല പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത, നല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെ അതുപോലെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ ഇത് റൊമാൻസിൻ്റെ കൂടെ ഇതാണ്. അപ്പോൾ നല്ല പ്രണയബന്ധത്തിൽ അകപ്പെടാം. ചിലപ്പം ചില കുട്ടികൾ ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാഹു മോശമായിട്ട് നിൽക്കുന്ന സമയത്താണെന്ന് വരിയിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒളിച്ചോടാനുള്ള വരെ സാധ്യത കൂടുതലാണ്. അല്ല ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ തന്നെ അവരുടെ കാര്യം, കാരണം ഒരു മായികമായിട്ടുള്ള ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷന്, മായികമായിട്ടുള്ള ഒരു പ്രണയം, അങ്ങനെയൊക്കെ ഉള്ള ടീനേജേഴ്സിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നല്ലതായിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പം ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഊഹക്കച്ചവടത്തിൽ കൂടെ ലാഭം. ഇപ്പോൾ ഊഹക്കച്ചവടത്തിൻ്റെ കൂടെ ഒരു 5 എന്ന് പറയുന്നത്, അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന് ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള പൈസ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചിലപ്പോൾ കേസ് ചിട്ടി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില രീതിയിലൊക്കെ ഉള്ളതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കായിക കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹു നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില കാര്യത്തോട് കഴിവൊക്കെ ഉണ്ടെന്നൊരു രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു നല്ല പൊസിഷനാണെന്നൊരു അവരുടെ ആയിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പഠിപ്പിക്കാനും എടുക്കാനും വിട്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഉയർച്ചയിലിട്ട് കൊണ്ടുവരും. നമ്മളവിടെ അവരെ പിടിച്ചേക്കാൻ ചെയ്യാതെ രാഹുവിനെ പോസിറ്റീവായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത, ചിലർ ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാകാം. ആത്മീയമായിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ ഒരു 5 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണക്ടിവിറ്റിയോടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാഹു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്നൊരു ആരെങ്കിലും വന്ന് പൈസ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇരട്ടി പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കും കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഈ ഒരു സമയത്ത് പൈസ കൊടുത്തിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വല്ലൊരു വെളിയിൽ എങ്ങാനും വിടാനെന്നൊക്കെ ഉള്ള രീതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ പോകും. അതും മനസ്സിലാക്കുക. അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത്, അത് വ്യാഴത്തെ നോക്കിയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ കണക്ടിവിറ്റി കൂടെ ഉള്ള ആൾക്കാർക്കാണ് 100% ആ ഒരു സമയത്ത് കുട്ടികൾ ഉണ്ടാകാനുള്ള. അപ്പം നിങ്ങളുടെ രാഹു ഈ ഒരു സമയത്ത് നെഗറ്റീവ് ആണെന്നൊരു ഒരു കാരണവശാലും നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോവും. പിന്നെ ക്രിപ്റ്റോയെ അല്ലെ ബിറ്റ്കോയിന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പെപ്പോൾ പോയെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് കാര്യങ്ങളെ പക്വതയോടെ കൂടി ഹാൻഡിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡിസംബർ 5 വരെ. അത് കഴിഞ്ഞാൽ വ്യാഴം തിരിച്ചു പോകും. കാരണം വ്യാഴത്തിൻ്റെ ഇതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ വക്രത്തിലെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യാഴത്തിൻ്റെ സ്പീഡ് കൂടി അങ്ങനെ പോകുന്നതുകൊണ്ട് വക്രത്തിലായതുകൊണ്ടാണ് ഈ ഒരു സംഭവവാസം ഇപ്പോൾ രാഹുവുമായിട്ടുള്ള ഒരു ഇതുണ്ടാകുന്നത്. വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോ. അപ്പം വൃശ്ചികൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ചൊവ്വ ആണ്. അപ്പോൾ ഇതിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കേട്ട. വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. അപ്പോൾ ഈ വിശാഖത്തിൻ്റെ ഭരിക്കുന്നത് വ്യാഴമാണ്, രാഹുകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ അനിഴമാണെന്ന വരിയിൽ ശനിയാണ്, സൂര്യകർമ്മയിൽപ്പെട്ടതാണ്. തൃക്കേട്ടയാണെന്ന വരിയിൽ ബുധനാണ്, ചന്ദ്രകർമ്മയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു നാളിൻ്റെ അനുസരിച്ച് ഈ ഓരോ സ്വഭാവത്തിൽ ഈ ഒരു കർമ്മ മാറുന്നതിൻ്റെ അനുസരിച്ചും പിന്നെ നമ്മുടെ ലോഡ് സബ് ലോഡ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചൊക്കെ രീതിയിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളെ കാര്യങ്ങളെ ഒക്കെ മാറി വരുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവർക്ക് രാഹു 4th ഹൗസാണ്, 4ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, വീട്, വാഹനം, വണ്ടി, അല്ലെന്നൊരു ഇമോഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഫാദർ അല്ലെന്നൊരു ഫാദർ ഇൻ ലോയും ആ ഒരു ഇത് വരും. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബന്ധപ്പെട്ടാണ്. അപ്പം വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഈ കൺട്രോൾ ഇപ്പോൾ രാഹു
വ്യാഴം ഇപ്പം രാഹുവിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പം വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു മാറി, രാഹു ഇപ്പം ഫ്രീ ആയി. കാരണം വ്യാഴം എന്ന് പറഞ്ഞാൽ സ്വാത്വികനാണ്, നല്ല ചിന്താഗതിയാണ്, ഗുരുവാണ്. അപ്പം വ്യാഴം അപ്പം അങ്ങനെയുള്ളപ്പോൾ രാഹുവിനെ ആരെയും ദ്രോഹിക്കാനുള്ള രീതിയിൽ സമ്മതിക്കത്തില്ല. അപ്പം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്രീ എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല, ഇലൂഷൻ്റെ ഗ്രഹമാണ്, ഇലൂഷനാണ്, ബുദ്ധിയില്ല രാഹുവിന്. എന്ത് മീൻസ് പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ആൾക്കാരുടെ ഒരു സ്നേഹമില്ല, ബഹുമാനമില്ല, റെസ്പെക്റ്റ് ഇല്ല, ആ ഗുണ്ടായിസന്മാരിയുള്ള പെരുമാറാനൊക്കെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അവരുടെ പൊസിഷനിൽ മീൻസ് പ്രത്യേകിച്ച് 3, 6, 8 എന്നുള്ള പ്രത്യേകിച്ച് പൊസിഷനൊക്കെ വരുന്ന രാഹു പരിപാടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുന്നത്. അല്ലാതുള്ള ആൾക്കാർക്ക് പോസിറ്റീവാണ്. കാരണം രാഹു പ്രത്യേകിച്ച് ശുക്രമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് നല്ല രാഹുവാണ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, 1, 2, 10 അങ്ങനെ പല രീതി ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടാകാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം പ്രത്യേകിച്ച് വലിയ രാജാക്കന്മാരെ, വലിയ വലിയ മൾട്ടി മില്യനേഴ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പലരും നോക്കും വൃത്തിയായിട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് രാഹു നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ബിസിനസ്സിനകത്ത് നല്ല എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകാനുള്ള ബിസിനസ്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ വണ്ടി വാങ്ങാനുള്ള സാഹചര്യങ്ങൾ, വീട് മൂട് പിടിപ്പിക്കാൻ, അല്ലെ പുതിയ വീട് വെക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ. അതുപോലെ ഫാമിലിയിൽ ഡിവിഷൻ എന്തെങ്കിലും, പ്രോപ്പർട്ടി ഡിവിഷൻ എന്തെങ്കിലും ചെയ്യാൻ ഒരു പ്ലാനുള്ള ആൾക്കാർക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ നടത്താനും, ഓപ്പണായിട്ട് ഡിസ്കഷൻ നടത്താനും, ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇത് വീതം ലഭിക്കാനും, അല്ലെ ഒരു പാർട്ടീഷൻ നടക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞ മാതിരി അമിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം. അതേ സമയത്ത് ഈ ഒരു സമയത്ത് രാഹുവൊക്കെ മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന വരിയിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി അല്ലെന്നൊരു കലഹങ്ങളെ, ആവശ്യമില്ലാത്ത ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, കാരണം അമ്മയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റാനോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും പറഞ്ഞല്ലോ, അല്ല പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിട്ട് അതുമായിട്ട് ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാം. മാനസികമായിട്ടുള്ള ആൾക്കാരോട് ഈർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം ഇതുമായിട്ട് പ്രോപ്പർട്ടിയുടെ ആ ഒക്കെ ഒരു ഡീലിൽ കൂടെ ചിലപ്പോൾ വസ്തു നഷ്ടപ്പെടാനേ, നമുക്കിപ്പോൾ വലിയൊരു നല്ലൊരു വില കിട്ടേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വരില്ല, അത് ചിലപ്പോൾ വില കുറച്ചിട്ട് വിറ്റ് പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത് തന്നെയല്ല, ചിലപ്പോൾ നമ്മൾ ചില കോൺട്രാക്ട് വർക്ക് വീടൊക്കെ മോടി പിടിപ്പിക്കാൻ ഇങ്ങനെ വിചാരിക്കുമ്പം പൈസ കടം കൊടുക്കുക, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വാൻസും കൊണ്ട് അവൻ മുങ്ങും. അങ്ങനെയൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി രാഹു മോശമായിട്ട് നിൽക്കുന്നവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു പീരീഡ്, ഈ പറഞ്ഞ ഡിസംബർ 5 വരെ നമ്മളൊരു പക്വതയോടുകൂടി കാര്യങ്ങൾ എടുത്തിയാകാൻ പാടില്ല. കാരണം ഇത്രയും ഒരു പീരീഡേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേന് വ്യാഴത്തിൻ്റെ വക്രം തിരിച്ച് മാറുന്നതോടുകൂടി പിന്നെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ റെമഡി, വ്യാഴത്തിൻ്റെതും ഇതിൻ്റെ ഉള്ള റെമഡി കൊടുത്തിട്ടുണ്ട്. ധനുരാശി എന്ന് പറഞ്ഞാൽ സജിറ്റേറിയസ്. ധനുരാശിയെ കൺട്രോൾ ചെയ്യുന്നത് നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഇതിനകത്ത് നക്ഷത്രങ്ങൾ എന്നാൽ മൂലം, പൂരാടം, ഉത്രാടം, കാല. അപ്പോൾ ഈ മൂലത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടതാണ്. പൂരാടത്തെ കൺട്രോൾ ചെയ്ത ശുക്രനാണ്, ബുധകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഈ ഓരോ കർമ്മ അനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളെ, രീതികളെ, കാര്യങ്ങളെ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ആ ഒരു കർമ്മത്തിന് വേണ്ടി കൂടുതലായിട്ടുള്ള ഏത് കർമ്മമാണ് ആ ഒരു രീതിയിലുള്ള ജോബ് കാര്യങ്ങൾ പോലും ഒക്കെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്നതാണെന്നുള്ളതോട് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവർക്ക് 3 വരുന്നത് രാഹു. 3 രാഹു എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ സഹോദരങ്ങൾ, സിബ്ലിങ്സ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അയൽവക്കം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പം രാഹു വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്നിപ്പോൾ മാറി. അപ്പം മാറിയപ്പോഴത്തേന് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു, കാരണം വ്യാഴം എന്ന് പറഞ്ഞാൽ സാത്വികനാണ്, നല്ല ചിന്താഗതിയാണ്. അപ്പം വ്യാഴം എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനും കൂടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഒരു റേഡിയേഷന് വരുമ്പോഴത്തേന് രാഹു വളരെ ഒരു പക്വതയോടുകൂടി നിൽക്കുന്ന. അപ്പോൾ ഈ രാഹു ഇപ്പോഴത്തെ മോശമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി ഇല്ലാത്തത്, എത്തിക്സ് ഇല്ല, ആൾക്കാരുടെ ബഹുമാനമില്ല, ഒരു ഉള്ളൊരു സ്വഭാവം, അല്ലെന്നൊരു ബുദ്ധിയില്ല. അപ്പം എന്തും മീൻസ് വേണ്ട റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു മീൻസ് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു ഇലൂഷൻ, എന്ന് പറഞ്ഞാൽ ഒരു മായിക പ്രപഞ്ചം.
അപ്പോൾ നിങ്ങളുടെ ബർത്തിയാട്ടിൽ പ്രത്യേകിച്ച് 3, 6, 8 എന്ന് പറഞ്ഞാൽ രാഹു നിൽക്കുന്നതാണ് ബാഡ്, അപരിപാടെന്ന് പറയും. പിന്നെ ബാഡുള്ള പൊസിഷൻ ഓൾറെഡി നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ രാഹുവിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇതാകാവും. രാഹു നല്ലതാണെന്ന് ഒരു ബർത്തിയാട്ടിൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ള മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ അയൽവക്കക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല ബന്ധം പുലർത്താനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ, വിജയം ഭരിക്കാം. അത് ത്രൂ അതിൻ്റെ ആയിട്ടുള്ള അപ്രത്യക്ഷമായിട്ട് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രത്യക്ഷമായിട്ട് ഈ കലാപരമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്രനുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു പിക്ചർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനങ്ങൾ, മൾട്ടിപ്പിളായിട്ടുള്ള ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ഗെയിനൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതേമാതിരി യൂട്യൂബ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കയറി വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു ഈ പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ രാഹു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് വരിയിൽ ചിലപ്പോൾ അയൽവക്കക്കാരുമായിട്ട് കയറി വാക്കുതർക്കത്തിൽ ഏർപ്പെടാം, അല്ലെന്നൊരിൽ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പോയിട്ട്, അല്ലെന്നൊരു എന്തെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇവരെ പറ്റി മോശമായിട്ടുള്ള കമൻറ്റ് വരാനെടുക്കാൻ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യാനെടുക്കാനോ ഒക്കെ ഈ ഒരു പീരീഡ്, പ്രത്യേകിച്ച് December 5 വരെ ഉള്ളിടത്ത് നമ്മൾ അതുകൊണ്ട് ഇച്ചിരി പക്വതയോട് കൂടി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർ ആവശ്യമില്ലാത്ത കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ പറ്റി കമൻറ്റ് ചെയ്യുക എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെന്നൊരു ചിലപ്പം പണി പുറകെ കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. കാരണം രാഹു നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണെന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാരണവശാൽ ബർത്തിയായിട്ട് അനലൈസ് ചെയ്യുകയോ ചെയ്യാതെ നമുക്കത് അങ്ങനെ പറയുന്നത് നല്ലതല്ല. കാരണം ഈ പല വലിയ രാജാക്കന്മാരെ അല്ലെങ്കിൽ വലിയ മൾട്ടി മില്യനേഴ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ രാഹു തന്നെയാണ്, രാഹുവിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്, രാഹു വിദേശമാണ്, രാഹു സമ്പത്താണ്, എന്തിനേയും ഇരട്ടിയാക്കുന്നത്. അപ്പോൾ ഈ രാഹു എന്ന് പറഞ്ഞാൽ മോശം പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ പ്രശ്നം. അല്ലെന്നൊരു രാഹു നല്ല. അപ്പോൾ അയൽവക്കക്കാരുമായിട്ട് ചിലപ്പോൾ മോശമായിട്ടുള്ള രാഹു നിൽക്കുമ്പോൾ അയൽവക്കക്കാരുമായിട്ട് പറഞ്ഞ മാതിരി എന്തെങ്കിലും വാക്കുതർക്കത്തിൽ ഏർപ്പാടാനോ അടിപിടി കൂടാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പീരീഡ് വരെ വളരെ പക്വതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ അഭിമുഖീകരിക്കുക, കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക. അപ്പം ആവശ്യമില്ലാത്ത ഒരു അയൽവക്കക്കാരുമായിട്ടോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പാടാണ്. കാരണം ഈ ഒരു പീരീഡ് ചിലർക്ക് മോശമായിരിക്കും, ചിലർക്ക് നല്ലതായിരിക്കും. അതൊന്നും മനസ്സിലാക്കുക. അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഒന്ന് പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ റെമഡി കാര്യങ്ങൾ രാഹുവിനെ ആയാലും വ്യാഴത്തെ ആയാലും പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിക്ചർ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുക, ഒരു ചാനലിൽ എനിക്ക് തോന്നിയില്ല ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര പിക്ചർ ഇട്ടിട്ട് സാധാരണക്കാരെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന മാതിരിയുള്ള രീതിയിൽ അതിൻ്റെ പിക്ചറും അതിൻ്റെ ഓരോ ഹൗസും അതിന് ഇമ്പോർട്ടൻസും ഉള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് നോക്കുക കൂടുതലായിട്ടുള്ള ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളതായിട്ടുള്ള നമ്മുടെ ആ ഓഡിയൻസിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ഗൈഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കോഴ്സുകളുണ്ട്. മകരൻ രാശി എന്ന് പറഞ്ഞാൽ കാപ്രിക്കോണ് അതിനകത്തെ കാപ്രിക്കോണെ ഭരിക്കുന്നത് ശനിയാണ്. അപ്പോൾ ഇതിനകത്തെ നാളുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. അപ്പം ഉത്രാടത്തിനെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ തിരുവോണത്തെ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവോണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്, ശുക്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ അവിട്ടത്തെ കൺട്രോൾ ചെയ്ത് ചൊവ്വയാണ്, അതുപോലെ ഈ ശനികർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഈ ഓരോ കർമ്മ അനുസരിച്ച് ഇവരുടെ ആയിട്ടുള്ള നാളിൻ്റെ സ്വഭാവങ്ങളെ രീതികൾക്കൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഇവിടെ വരും. കാരണം അവരുടെ സ്വഭാവം ബാക്കിയുള്ള ആവറേജ് ഉള്ളതും, പിന്നെ ഇത് കൂടാതെ പിന്നെ സബ്ലോഡൊക്കെ ഉണ്ട്. സബ്ലോഡൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും വ്യത്യാസം വരുമെന്നുള്ള ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക്. അപ്പം ഇതിനകത്തൊന്നും ഇവരുടെ സെക്കൻഡ് ഹൗസിലാണ് രാഹു വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഹൗസിൽ രാഹു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ
ഇവിടെ ഹൗസ് ഓഫ് ഗെയിന് നമ്മളെ നേട്ടങ്ങളെ അതായത് എന്തെങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാം, അത് പ്രോഫിറ്റ് ലാഭം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കാം, അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. അല്ലെന്നൊരു വല്ല ജുവല്ലറി, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ലാഭമുണ്ടാക്കാം, എന്തെങ്കിലും ഒരു സ്കീമിൽ പെട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിന്ന് തന്നെ. അതുപോലെ ഷെയർ മാർക്കറ്റ്, അല്ലെന്നൊരിക്കൽ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിന്നൊക്കെ ഉള്ള പല രീതിയിലുള്ള ഇത്. പിന്നെ ധനലാഭം, എങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, അപ്രതീക്ഷിതമായിട്ടുള്ള പൈസ, അല്ലെന്നൊരു എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഒരു രീതിയിലുള്ള ഏണിങ്സ്, അതായത് നമുക്കായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ കയറുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് ഈ ഒരു ഇതുമായിട്ട് അല്ല ഒരു എന്താ പറയുന്നത് ലക്ഷറിയാണ്, ഒരു നല്ല ഒരു ആർപ്പാടവും നല്ല ഒരു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹൗസ് എന്ന് ഒരാളുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാനെടുക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണെന്ന് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിക്കുക. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ രാഹു ഇതിൻ്റെ ഒരു കൺട്രോളിൽ നിന്ന് ഇപ്പം വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറുമ്പോൾ രാഹുവിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു രാഹു എന്ന് പറഞ്ഞാൽ രാഹു ഒരു എത്തിക്സ് ഇല്ലാത്ത ഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ആരോടും ഒരു സ്നേഹമില്ല, നന്ദിയില്ല, കടപ്പാടില്ല, എന്ത് വൃത്തികളും ചെയ്യാൻ ഒരു ഗുണ്ട ടൈപ്പുള്ള റോബിൻ ഹുഡിൻ്റെ കൂട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു രാഹു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കൺട്രോളിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഈ രാഹു അതിൻ്റെ ആയിട്ടുള്ള ഒരു നീചമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നീച അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് മോശം അവസ്ഥ കേൾക്കാത്തവർ വേണമെന്നില്ല ഒന്നുകൂടെ കേൾക്കണം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് 3, 6, 11 3 ഹൗസ് 3, 6, 11 എന്നീ പറയുന്നുള്ള പൊസിഷനിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരുമെന്നുള്ള ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും ഒരു KSF ചിട്ടി അടിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറി എടുത്താൽ അടിക്കാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ 3, 6 ഈ പറഞ്ഞായിട്ടുള്ള 10, 11 ഉള്ള പൊസിഷനുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെയുള്ള ഈ അത്രയും ഒരു ദിവസത്തിൻ്റെ ഒരു പീരീഡിൽ പ്രതീക്ഷിക്കാത്തായിട്ടുള്ള പല രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടാനുള്ള അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ നല്ല സന്തോഷമായിട്ടുള്ള ഫാമിലിയിൽ നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം, അങ്ങനെയൊക്കെയുള്ള പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് എന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കിട്ടാനോ ഈവൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ, അല്ല കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലുമൊക്കെ ചിട്ടിയൊക്കെ ചേർന്ന ആൾക്കാർക്ക് അതടിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പോസിബിളായിട്ടുള്ള എന്തായാലും നല്ലൊരു സംഭവങ്ങൾ കേൾക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിനിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ ഈ 361011 എന്ന് പറയുന്ന പൊസിഷൻ അല്ലാതെ ഉള്ള ആൾക്കാരാണെന്ന് ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അവർക്ക് പറ്റുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഈ ഫാമിലിയിൽ ചിലപ്പോൾ മോശമായിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് ചിലപ്പോൾ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനോ എടുക്കാനോ ഒരു സന്തോഷപൂർണ്ണമല്ലാത്തായിട്ടുള്ള ഒരു കാര്യം പോവുക, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാനുള്ള ധനനഷ്ടം, ഷെയർ മാർക്കറ്റിൽ നിന്ന് ലോസ് ഉണ്ടാവുക, എന്തെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിന്ന് കളിച്ചിട്ട് പൈസ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മോശമോ നല്ലതോ രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു നോക്കിയിട്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നമുക്ക് പൈസ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളില്ല, കടം കൊടുത്താലും തിരിച്ച് കിട്ടാതിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുവാണെന്നൊരു തന്നെ ശ്രദ്ധിച്ചോ, അത് മോശമാണോ നല്ലതാണോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെന്നൊരു ഈ ഒരു പീരീഡിൽ, ഈ ഒരു ടൈം പീരീഡിൽ പൈസയുടെ കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്തയിടത്തോ കാര്യത്തിന് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി പെടാനെടുക്കാനുള്ള സാധ്യതകൾ മീൻസ് ഇല്ലാതെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ അത്രയാണ് മെയിനായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സപ്പോസ് ചിട്ടി അടിക്കാതിരിക്കാനോ എടുക്കാനോ പല രീതിയിലുള്ള ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം നല്ല. പിന്നെ ഒന്നും മനസ്സിലാക്കുക, രാഹുവിൻ്റെ പൊസിഷന് നല്ലതായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് മൾട്ടി മില്യനറായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് രാഹുവിൻ്റെ പൊസിഷൻ വെറുതെ ആയിട്ടില്ല
നല്ലതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ലതായിട്ട് വരികയുള്ളൂ. കാരണം പ്രത്യേകിച്ച് രാഹു ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രാഹു, ഈ പറഞ്ഞ 3, 6, 10, 11 ഒക്കെ ഉള്ള പൊസിഷനിലെ നല്ല രാഹു കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഒരുപാട് പൈസയായ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഒരുപാട് ഈ രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്യുക, ഒന്നിനെ 10 ആക്കുക, 10നെ 100 ആക്കുക എന്നുള്ള ഇരട്ടിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി, ഒരുപാട് ധനം, ഒരുപാട് ലാഭങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഏതെങ്കിലും കോഴ്സ് ചേരാനോ കൺസൾട്ടേഷനോ കാര്യങ്ങൾ എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബൃഹന്നാടി, നക്ഷത്രനാടി, അല്ലെങ്കിൽ വേദിക അസ്ട്രോളജി എന്തെങ്കിലും പഠിക്കാനോ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്ന് ഇതിനകത്ത് ലിങ്ക് ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറലായിട്ട് ഇതാ പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ അക്വേറിയസ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നിവയാണ്. പൂരിട്ടാതി മുക്കാല്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്. അതേമാതിരി ശനികർമ്മയപ്പെട്ടാണ്. അതേമാതിരി ചതയത്തെ ആണെന്ന് ചതയത്തെ രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. രാഹു കർമ്മയിൽപ്പെട്ടാണ് ചതയം എന്ന് മനസ്സിലാക്കുക. അതുപോലെ പൂരിട്ടാദിയാണെന്ന രീതിയിൽ വ്യാഴമാണ് പൂരിട്ടാദിയെ കൺട്രോൾ ചെയ്യുന്നത്. സൂര്യകർമ്മയപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു സൂര്യകർമ്മയപ്പെട്ടതിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ അവരുടെ സ്വഭാവവും ചിലപ്പോൾ ചില ദേഷ്യം, പിടിവാശി അങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തരുടെയായിട്ടുള്ള രാഹുവാണ് ഇച്ചിരി കള്ളം പറയുന്നത്, എടുക്കുന്നത്, ആ ഉള്ള ഒരു ഒരു ചാലുവായിട്ടുള്ള ആ ഒരു സ്വഭാവം, അല്ല കൂടുതൽ കമ്മ്യൂണിക്കേഷൻ്റേത്, അല്ലെങ്കിൽ ചൊവ്വായിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ ശനിയുടെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ അനുസരിച്ച് ഇവർ ഈ ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുണ്ട്, പല രീതിയിലുള്ള സ്വഭാവങ്ങളും രീതികളും എല്ലാം ഈ കർമ്മയുടെ അങ്ങനെയുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളും. അതേമാതിരി ഈ പറഞ്ഞ ഈ കുംഭൻ രാശിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശനിയാണ്. അതും മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ കൺട്രോളിൽ നിന്ന് വ്യാഴത്തിൻ്റെ കൺട്രോളിൽ നിന്ന് രാഹു ഇപ്പം മാറുന്നത് കൊണ്ട് രാഹു അങ്ങ് ഫ്രീ ആവുക എന്നാൽ രാഹുവിൻ്റെ ജനറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനാണ് രാഹു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ബുദ്ധിയില്ലാത്ത ഒരു ഗ്രഹം എന്തുമാകാം, എന്ത് തൻ്റെ ഇടവും കാണിക്കാം, ആരോടും സ്നേഹമില്ല, നീചമായിട്ടുള്ള വൃത്തികേട് കാണിക്കാൻ മടിയില്ലാത്തത്, എത്തിക്സ് ഇല്ല, ആരോടും ഒരു ധാർമ്മികമായിട്ട് കടപ്പാടുകളില്ല. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറഞ്ഞാൽ സാത്വികനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഫുള്ള് ദൃഷ്ടിയിൽ നിന്ന് ഇത്ര നാൾ, അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഈ രാഹു മാറുമ്പോൾ രാഹുവിൻ്റെ ആയിട്ടുള്ള ഈ നെഗറ്റീവായിട്ടുള്ള പല ഇമ്പാക്റ്റ് നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ബർത്ത് സ്റ്റാറിൻ്റെ ആ അലൈൻമെൻറ്റിലെ ഓരോ ഇതനുസരിച്ച് നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരുമെന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ മെയിൻ നോക്കിക്കഴിഞ്ഞാൽ 1ാം ഹൗസിലോട്ടാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, ലൈഫ് പാത്ത്, ജീവിതത്തിൻ്റെ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള പരുക്ക യാഥാർത്ഥ്യങ്ങൾ, സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു അഭിമാനം അല്ലെങ്കിൽ ആത്മവിശ്വാസം. അപ്പോൾ ആ ഉള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെയുള്ള ക്യാരക്ടർ സ്വഭാവങ്ങളെല്ലാം ഈ ഒരു ഫസ്റ്റ് ഹൗസാണ്. അല്ലെങ്കിൽ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഡയറക്ഷന്, ജീവിതത്തിൻ്റെ ദശ എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷ്യബോധം വരുന്നത്, വിൽ പവർ. അതേമാതിരി വിൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഏതിനെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റുള്ള ദൃഢനിശ്ചയം എടുക്കാനൊക്കെ ഉള്ള ഈ അംബിഷന്, അതേമാതിരി ഒരു സ്വപ്നങ്ങളെ അങ്ങനെയുള്ള ഒരു ഡ്രീമിങ്, പർപ്പസ്, ജീവിതത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഹൗസിനെ കൊണ്ടാണ് നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്പോൾ മനസ്സിലാക്കണം. അപ്പം നമുക്കിതിനകത്ത് മെയിൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇതിനകത്ത് നേരത്തെ തന്നെ ഇതിനകത്ത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കേൾക്കാത്ത ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നുകൂടെ പോയി കേൾക്കുക. കാരണം ഇതിനകത്ത് നല്ല ഇതും ഓരോ മീൻസ് രാഹുവിൻ്റെ അഴുക്ക് പൊസിഷൻ 2 നല്ല പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് നല്ല പൊസിഷന് 3, 6, 10, 11 എന്നിവ നല്ല പൊസിഷനാണ്. അപ്പോൾ ഈ നല്ല പൊസിഷനിൽ രാഹു നിൽക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു ഉയർച്ച, പേഴ്സണലായിട്ടുള്ള അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവർക്ക് നല്ലതായിട്ടുള്ള ചുറ്റുപാടുകൾ, നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം വരാനും, അതുകൊണ്ടിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും, ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിലും സപ്പോസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായി വരാനോ അല്ലെങ്കിൽ ഈ എക്സാമൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് അതിങ്ങനെ ആ ഒരു വിൽ പവറെ അല്ലെങ്കിൽ എന്തിനെ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസങ്ങൾ. അപ്പോൾ അതനുസരിച്ചുള്ള
അവർക്ക് ജീവിതത്തിലുള്ള പല കാര്യങ്ങളെയും തടസ്സങ്ങൾ പ്രതിസന്ധികളെ അവഗണിച്ച് പോകാനുള്ളതായിട്ടുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിൽ അവർക്ക് എല്ലാ ഒരു ഉയർച്ചയും ജീവിതത്തിൽ വരും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി 3, 6, 10, 11 പൊസിഷനിൽ രാഹു എന്ന് പറഞ്ഞാൽ നല്ല രാഹു. അപ്പം നമ്മൾ മെയിൻ ഇതിനകത്തൊന്നുകൂടെ ചിന്തിക്കേണ്ട ഒരുപാട് മൾട്ടി മില്യണറായിട്ടുള്ള ഒത്തിരി കോടാനുകോടി മീൻസ് കോടിപതികളായിട്ടുള്ള ആൾക്കാരല്ലെന്ന് വരിയിൽ വലിയ വലിയ രാജാക്കന്മാരെ മഹത് വ്യക്തികൾ എന്നിവയൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ രാഹു നല്ല പൊസിഷനാണെന്ന് വലിയ പ്രത്യേകിച്ച് ശുക്രൻ്റെ കൂടൊക്കെ നിൽക്കുന്ന കണക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്, ഒത്തിരി പ്രോപ്പർട്ടി കിട്ടാനൊക്കെ ഉള്ള യോഗമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കായാലും ആ ഒരു ബർത്ത് ചാർട്ടിൽ 159 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എവിടെയെങ്കിലും ഈ രാഹുവും ശുക്രനും കൂടെ കണക്ടിവിറ്റി ഉണ്ട്, വേറെ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റുകൾ ഗ്രഹങ്ങളില്ല എന്നുണ്ടെന്നൊരു ഉറപ്പായിട്ട് നിങ്ങൾക്കും അതിനായിട്ടുള്ള യോഗമുണ്ടായിരിക്കുക. അതുകൊണ്ട് നമുക്കൊന്ന് എപ്പോഴും ഞാൻ പറയുന്ന ബേസിക്കലി ഒരു പ്രാവശ്യം നമ്മുടെ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ എവിടെ ഈ ഒരു പോസിറ്റീവ് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാം. എപ്പോഴും ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയിട്ടുള്ള പല രീതി എല്ലാവരും അവരവരുടെ ആയിട്ടുള്ള പേഴ്സണലി ഉള്ള കാര്യത്തെപ്പറ്റി പറയണതാണ്. അപ്പോൾ ഇതേപ്പറ്റി നമ്മൾ വിചാരിച്ച് നമ്മുടെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാനെടുക്കാനും മടിക്കരുതേ. ഒരു പ്രാവശ്യം അത് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മീൻസ് ഇതാക്കിയിട്ട് അതിൻ്റെ ആയിട്ടുള്ള പൊസിഷൻ പ്രത്യേകിച്ച് കണക്ടിവിറ്റി ഏതൊക്കെ ഗ്രഹങ്ങളെ കണക്ടിവിറ്റി ഉണ്ട്, ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് അത് അലൈൻ ചെയ്ത് നിൽക്കുന്നു, ഏതൊക്കെ ശത്രുഗ്രഹങ്ങളായിട്ട് അലൈൻ ചെയ്ത് അതങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കഴിവുള്ള പറയാൻ പറ്റുന്ന ഒരു അസ്ട്രോളജി അങ്ങനെ ആ ഒരു രീതിയിൽ 1592610371148 അങ്ങനെയുള്ള ആംഗുലർ കണക്ടിവിറ്റി നോക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ബേസിക് ബർത്ത് ചാർട്ടിലെ ഇത്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ നമുക്ക് ഗോചാരം എന്ന് പറയാം. അങ്ങനെ ട്രാൻസിഷനിൽ പ്ലാനറ്റുകൾ പോകുന്ന സമയത്ത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും കാരണം എപ്പോഴും ഒരു ആസ്ട്രോളജിക്ക് അവരെ കൺസൾട്ട് ചെയ്യാനെടുക്കാൻ നിൽക്കാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ആ ബർത്ത് ചാർട്ടിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഗോചാരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രഹങ്ങളെ ഒക്കെ എന്ന് പറഞ്ഞാൽ പൊസിഷനൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. അപ്പോൾ നമുക്ക് ബർത്ത് ചാർട്ടിൽ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ 3, 6, 10, 11 അല്ലാത്ത പൊസിഷനിൽ രാഹു നിൽക്കുന്ന ആൾക്കാരാണ് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട. അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജീവിതത്തിലെ ഒരു നിരാശബോധമോ അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, എനിക്കെന്തോ പറ്റി എന്നുള്ളൊരു ചിന്താഗതിയും ഒരു മാനസികമായിട്ടൊരു ഉന്മേഷമില്ല, ഉണർവില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ആ നിരാശാബോധം കൊണ്ട് താൽക്കാലികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു വിഷമം, ഒരു പ്രതിസന്ധി ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ഈ ചന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്ന് കുറച്ച് ആ ഒരു സമയത്തുള്ള രീതിയിലുള്ള ചെറിയൊരു ഡിപ്രഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയാണ് നമുക്ക്. അല്ലെന്നൊരു അതിൻ്റെ ആയിട്ടുള്ള ഒരു ദുഃഖവും സങ്കടവും അങ്ങനെയൊക്കെയുള്ള അല്ലെന്നൊരു ആത്മവിശ്വാസം ഇല്ലാത്ത മാതിരി ഒരു ലക്ഷ്യബോധം ഇല്ലാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷന്. അപ്പോൾ അതുകൊണ്ടായിട്ടുള്ള പല രീതിയിലുള്ള ഒരു മീൻസ് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ്. അപ്പോൾ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരോട് മിണ്ടാനെടുക്കാൻ അല്ലെന്നൊരു പൊതുവെ ഇതിനോടൊരു താല്പര്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഫിസിക്കലി ആക്ടിവിറ്റി ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു സിറ്റുവേഷൻ വരാം. പക്ഷെ എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഈ രാഹു ഇപ്പോൾ ഈ വ്യാഴം ഇപ്പോഴും തിരിച്ചു വരും. ഇപ്പോൾ 5-ാം തീയതി ആകുമ്പോഴത്തേന് ഡിസംബർ 5 ആകുമ്പോഴത്തേന് തിരിച്ച് മാറി വരും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം പീരീഡ് വരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വറീഡ് ആകേണ്ട കാര്യമില്ല. ഇത് ടെമ്പററിയാണ്. പിന്നെ നമുക്ക് പല ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല സിറ്റുവേഷനാണ്. അപ്പോൾ രാഹുവിൻ്റെ പൊസിഷന് അനുസരിച്ചായിരിക്കും ഇവിടെ വേരിയേഷനും കാര്യങ്ങളും വരുന്നത്. രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടില്ലെന്നൊരു ആൾക്കാർ കാണാത്തതുണ്ടെന്നൊരു വ്യാഴത്തിൻ്റെ പോയി കാണുക. അപ്പോൾ അതിൻ്റെ കാര്യമുള്ളവർ അത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മീനൻ രാശി എന്ന് പറഞ്ഞാൽ പീസീസ്, അതായത് കടലിൻ്റെ രാശി എന്നറിയപ്പെടും. കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരിതാണ്. അപ്പം ഇതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അതേമാതിരി ഇതിൻ്റെ സ്റ്റാറുകളെന്ന് പറഞ്ഞാൽ പൂരിട്ടാതി, കാല്, ഒടുവിലത്തെ കാല്, പിന്നെ ഉത്തിട്ടാതി, രേവതി.
അപ്പോൾ ഇത്തരം നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇതിന് പൂരിട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, സൂര്യകർമ്മയിൽപ്പെട്ടാണ്. ഉത്രട്ടാതിയെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ്, ചന്ദ്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ രേവതിയെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, ചൊവ്വകർമ്മപ്പെട്ട. അപ്പോൾ ഈ ചൊവ്വകർമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉള്ള ഒരു ദേശം പിടിവാശികളെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറുള്ള നാളെ. അപ്പോൾ ഇങ്ങനെ ഓരോ നാളിൻ്റെ ഈ അതിൻ്റെ ആയിട്ടുള്ള കർമ്മയുടെ അനുസരിച്ചും അവരുടെ ഭരിക്കുന്ന ഗ്രഹങ്ങളെ പിന്നെ സബ്ലോഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളിൽ റേഡിയേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വഭാവങ്ങളും രീതികളും എല്ലാം വ്യത്യാസം വന്നിരിക്കും. അല്ലെന്നൊരു ചന്ദ്രകർമ്മയാണെന്നൊരു അവർക്ക് ചിലപ്പോൾ കൃഷിയോട് ചിലപ്പോൾ താല്പര്യം കൂടുതൽ കാര്യം കാണും. അങ്ങനെ ഓരോരുത്തരും സൂര്യനാണെന്നൊരു സൂര്യകർമ്മപ്പെട്ടാണെന്നൊരു അപ്പോൾ അവർക്ക് ആ ഒരു സൂര്യൻ്റെ കൂട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് പിടിവാശി. അല്ലെന്നൊരു ആ മീൻസ് ഒരു പിടിവാശി എന്നാണ് ആരും ഞാൻ പറഞ്ഞാണ് ശരി എന്നുള്ളതായിട്ടുള്ള തിങ്കിങ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഓരോ രീതിയിൽ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അതിൻ്റെയായിട്ട് 100% വ്യത്യാസം ഓരോ സ്വഭാവത്തിലും രീതികൾക്കും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കർമ്മ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, അതൊന്നും ശ്രദ്ധിച്ചു. അതേമാതിരി ഇപ്പം ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ 12 ഇപ്പം രാഹു മാറുന്നത്, രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. കാരണം 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു മാറുമല്ല, വ്യാഴം മാറുവാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഇവിടെ സാത്വികനാണ്. സാത്വികനെന്നാൽ നല്ല ചിന്താഗതി, നല്ലത് ചെയ്യണം, നല്ലത് മാത്രമേ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ കൺട്രോൾ, ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു ഇത്ര നാളും. അപ്പം ഇപ്പോഴേ ഈ വ്യാഴം മുഴുവൻ അങ്ങോട്ട് മാറിയ സമയത്ത് രാഹു ഫ്രീ ആയി. രാഹു ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ രാഹുവിൻ്റെ ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ ഒരു എത്തിക്സ് ഇല്ല, ഇലൂഷൻ്റെ ഗ്രഹമാണ്. ഇല്ലാത്തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു മായിക പ്രപഞ്ചമാണ് രാഹു എന്ന് പറയുക. അപ്പോൾ ഈ ഒരു രീതി നോക്കുമ്പോൾ ഇവരുടെ ആയിട്ടുള്ള ആ ഓരോ രീതിയിലുള്ള എത്തിക്സ് ഇല്ല. ഒരാളോട് നന്മയില്ല, ഒരാളോട് സ്നേഹമില്ല, ഒരാളോട് ബഹുമാനം ഒരു പരിധി വരെ ഉള്ളൂ, അത് കഴിഞ്ഞുള്ള ബഹുമാനവും ഇല്ല. മീൻസ് ഒരു എല്ലാത്തിനോടും ഒരു ഭീഷണിയുടെ ഒരു സ്വരം, ഗുണ്ടയുടെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ അല്ലെന്നൊരു അങ്ങനത്തെ ഒരു അഗ്രസീവ് പ്ലാനറ്റാണ് രാഹു. അപ്പം രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന, എക്സ്പാൻഡ് ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള ഇതുകൊണ്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് രാഹു നിങ്ങളുടെ ഈ ബർത്തിയായിട്ട് വരുന്നതിൻ്റെ ആയിട്ടുള്ള ഓരോ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള പല നല്ലതും അഴുക്കുമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഹൗസാണ് 12ാമത്തെ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 12 മാറുമ്പോൾ അല്ലെങ്കിൽ എന്താ ഒരു ആവശ്യമില്ലാത്ത ഒരു പേടി, ഒരു എന്താ പറയുന്ന ഒരു ഇൻഫീരിയോറിറ്റി, ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ അതുപോലെ സക്സസ് ഇൻ ഫോറിൻ ലൈഫ്, വെളിയിലുള്ള വിദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സക്സസ് ഉണ്ടാകും. അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്ക് പോകാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജസ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകാൻ, നഷ്ടപ്പെടാൻ, എടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഒരു എനിമി ശത്രുക്കളെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ആൾക്കാരുമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ടേംസിനകത്ത് വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചറി, എന്തെങ്കിലും മുറിവുകൾ പറ്റാനുള്ളത്, ഹാം ഇൻ ലൈഫ്, നമുക്ക് ജീവിതത്തിലായിട്ട് എന്തെങ്കിലും ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു കാര്യം, അൺഎക്സ്പെക്റ്റഡുള്ള ട്രബിൾ, നമുക്ക് ചിലപ്പം എന്തുമേലും പോകുന്നതിനകത്ത് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതിനായിരിക്കും അതിനും ഇതിനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക, സൂയിസൈഡ്, മർഡർ, അൺഎക്സ്പെക്റ്റഡ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് 12 എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ 12 എന്ന് പറഞ്ഞാൽ പൊതുവേ ബർത്തിയായിട്ട് നമുക്ക് അത്ര പോസിറ്റീവ് അല്ല. പക്ഷെ എന്ന് വരികയിൽ ഈ 12 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇവിടെ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള സ്വഭാവം പറഞ്ഞു. അപ്പോൾ ഈ രാഹു 3, 6, 10, 11, 10, 11, 3, 6, 10, 11 എന്നീ പൊസിഷനിൽ രാഹു നിൽക്കുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങളൊക്കെ ഒരു പോസിറ്റീവ് മീൻസ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾ അല്ലെങ്കിൽ വെളിയിലൊക്കെ എവിടെയെങ്കിലും പോകാൻ യാത്ര ചെയ്യുന്നവരെ, ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ആവശ്യമില്ലാത്ത വലിയ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടോ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് എളുപ്പം കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ വരാനോ എടുക്കാനോ കുഴപ്പങ്ങളൊക്കെ മാറാനോ അല്ലെന്നൊരു പല പ്രശ്നത്തിൽ നിന്ന് മാറാതെ ഉള്ളത് മീൻസ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, അല്ലെന്നൊരു മുറിവ് പറ്റുകയില്ല, അല്ലെന്നൊരു വേറെ ഒരു സെക്യൂർഡായിട്ടുള്ള ഇതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതൊന്നും സമയം നമുക്ക് ഈ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ നേരത്തെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 3, 6, 10, 11 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ
ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിങ്ങളുടെ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ, അസുഖം എന്തെങ്കിലും മൂർച്ഛിക്കാൻ, അല്ലെന്നുവരെ ഈ പറഞ്ഞ മാതിരി ആവശ്യമില്ലാത്ത ഒരു എക്സ്പെൻസ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ അല്ലെ ബന്ധുക്കളുടെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രീതിയിലൊരു എക്സ്പെൻസ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ വേണമെന്നൊരു എടുത്തു ചാടാനുള്ള ഒരു സാധ്യത. അതുകൂടാതാണ് വരില്ല ചിലർക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷൻ മാതിരിയുള്ള ടെൻഡൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ചിലപ്പം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പ്രത്യേകിച്ച് രാഹു അല്ലെന്നൊരു കള്ള് കുടിക്കുന്ന മീൻസ് പുകവലി അങ്ങനെയൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് കൂടാനുള്ള ഒരു സാധ്യത. അങ്ങനെ അതെല്ലാം ഒരു രാഹു നെഗറ്റീവായിട്ടുള്ള വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള മയക്കുമരുന്ന് അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിൾ റേഡിയേഷൻപ്പെട്ട ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഉപയോഗം കൺസംഷൻ കൂടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതകളും അവിടെ പറയാനുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകാനോ എടുക്കാനോ അല്ല അങ്ങനെയൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നില്ല അത് നമുക്കൊന്ന് കെയർഫുള്ളായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാനറ്ററി പൊസിഷനൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ ആയിട്ടുള്ള ആ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.